കണ്ണാപ്പിയെ കോടതി കൊണ്ട് നിർത്തിയേക്കുന്നു. ഒരു മിനിറ്റ് എന്തോന്ന് ചോദിച്ചോട്ടെ. അതെ എനിക്കൊരു ഹലോ എടാ കണ്ണാപ്പി കണ്ണാപ്പി എന്തോ കാര്യം പറ. നിന്നെ രക്ഷിക്കണോ ഇപ്പം? എടാ നീ എങ്ങനെ രക്ഷിക്കാനെന്ന് പറ. കോടതി വന്ന് രക്ഷിക്കണോ അതോ പീടി കുത്തി തുറക്കണോ? എന്താ കാര്യം പറ. ഹലോ മുത്തേ. ഹലോ ഹലോ കണ്ണാപ്പി. ഹലോ അവനെ ജയിലിലോട്ട് മാറ്റി ചേട്ടാ. ഗവൺമെന്റ് ആശുപത്രിയാ? ഏത് ഗവൺമെന്റ് ആശുപത്രി? അവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നെന്ന് പറ. അവിടെ നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാം. നീ 10 വർഷം തൂക്കിലേറ്റും അല്ലെങ്കിൽ രക്ഷപ്പെടേ. നിന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാതെ നടക്കുവല്ല. നല്ല വഴി എടാ കേസ് എന്താടാ കണ്ണാപ്പി? കേസ് ചെയ്യാ മുച്ചിരിയെ കൊന്നു. അത് നമ്മുടെ ആളല്ലേ, പറഞ്ഞാ മനസ്സിലാവൂലേ? പക്ഷെ കൊന്നത് ഞാൻ കൊന്നത് ഈ ഭീകരാത്മാവാണ്. എടാ മുച്ചിരിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞാ പോരേടാ. പബ്ലിക് പൈസ വെച്ച് കൊന്നുള്ള ഫേക്ക് പരാതിയില്ല. ഭീകരാണ് ഇവരെ കൊന്നത്. ആ ഹലോ പറഞ്ഞോ. അണ്ണ ഇറക്കാൻ വക്കീലതോ തന്നെ ഇപ്പൊ പിടിച്ചാത്തത് വക്കീല് പാസ്സായി. അവനെ വിലക്ക് വെച്ചു വിട്ടു കേട്ടാ. വക്കീലിനെ വിലക്ക് വെച്ചു. സോറി എടാ എടാ നിങ്ങളെ രണ്ടിനെ ഇറക്കാൻ ഞങ്ങളിപ്പോ എവിടെ വരണം? ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ എന്നെ ഇറക്കാൻ പറ്റില്ല. എന്നെ ഇറക്കാനായിട്ട് വന്ന വക്കീലായിട്ട് പറഞ്ഞ മന്ദാരത്തെ ഇറക്കാനായിട്ട് വക്കീലിനെ കൊണ്ടുവരണം. എടാ ഞാൻ മുച്ചിരിയെ കൊണ്ട് മുച്ചിരിയാണ് ഉപദ്രവിച്ചത്, ഞങ്ങൾക്കില്ലാത്ത പരാതി ആർക്കാന്ന് പറഞ്ഞ അലമ്പുണ്ടാക്കട്ടെ. കാർലോ മൊത്തം പ്രശ്നമാണ് കാർലോ. ഒന്നുമില്ല സാർ, ഞാനങ്ങനെ കണ്ണൊന്നും കൊണ്ടു നടക്കുന്ന ഒരാളെ അല്ല സാർ. സമാധാനത്തിന്റെ പാതയിൽ ജീവിക്കുന്ന അച്ഛന് സത്യമാണ്. എന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നഗരത്തിലുള്ള അരിത്താണ് സാറേ, എടുക്കല്ലേ സാറേ. പെട്ടെന്ന് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഹാജരാണോ? വിളിക്കുന്നു. Hello. There is a issue in the communication actually. Okay, we are experiencing some sort of issues. ഡിഫൻസ് ലോയറിന് പറ്റൂലല്ലോ. Please consider that also. വാസു LLB. Defense. Yes, Your Honor. Okay. Then it's number 977/2026 State versus Kannapi. For the State versus CBC എന്ത് പറഞ്ഞു? prosecution, you can come up to the podium and tell your opening statement. Yeah. Please, sir. No. Sir, as per the reports given, April 2026, 11th April 2026 night 10 PM ലാണ് സംഭവം നടക്കുന്നത്. ഓഫീസർ ഏഗനും അബ്രഹാം മാത്യു എന്ന് പറയുന്ന 2 ഓഫീസേഴ്സ് റൂട്ടീൻ പെട്രോളിങ്ങിന് പോവുകയായിരുന്നു. ആൻഡ് ഓഷ്യൻ ഹൈവേ സൈഡിൽ വെച്ച് മുതുക്ക് ഗ്യാരേജിന്റെ അവിടെ വെച്ചിട്ട് ഒരു ഗൺഫയർ സിറ്റുവേഷന്റെ സൗണ്ട് കേൾക്കുകയും അവർ അതിന്റെ എൻക്വയറിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായി. ആൻഡ് അവിടെ ആ ആക്റ്റീവ് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നത് ജർവൻ കണ്ണാപ്പി എന്ന് പറയുന്ന ആളും മുച്ചിരി എന്ന് പറയുന്ന വ്യക്തിയുമായിരുന്നു.
and during the initial exchange of gunfire, PDയുടെ ഓഫീസർ ആയിരുന്ന അബ്രഹാം മാത്യു സാറിന് ഇഞ്ചുറീസ് ഉണ്ടാവുകയും അൺകോൺഷ്യസ് ആവുകയും ചെയ്തിരുന്നു. ആൻഡ് Mr. Muchiri was found unconscious at the scene. And ബാക്കപ്പ് യൂണിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. പുള്ളിയുടെ സൗണ്ട് കുറവാടാ. സാറുമായിരുന്നു അവിടെ ബാക്കപ്പ് യൂണിറ്റ്സ് ആയിട്ട് അവിടെ എത്തിയിരുന്നത്. ആൻഡ് അപ്പോൾ തന്നെ കണ്ണാപ്പിനെ കഫ് ചെയ്യുകയും ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സാർ ഇനിഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, എന്തൊക്കെ ചാർജസ് ആണ് ചാർജ് ചെയ്തേക്കുന്നത്? സാർ കറന്റ്ലി കണ്ണാപ്പിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ഇല്ലീഗൽ യൂസ് ഓഫ് ഫയർ ആമും പബ്ലിക് എൻഡേഞ്ചർമെന്റും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ചാർജസ് മാത്രമേ നമുക്കെതിരെ ഇപ്പോൾ ഉള്ളൂ നിലവിൽ, അല്ലേ? സാർ കേട്ടില്ല. ഈ നിലവിൽ ഈ രണ്ട് ചാർജസ് മാത്രമേ കണ്ണാപ്പി എന്ന് പറഞ്ഞ അക്യൂഷനെതിരെ ഉള്ളൂ. Illegal use of firearm and public endangerment. Illegal use of firearm. Okay, then okay, fine. Yes, sir. Okay, ഡിഫൻസ് you can make your opening statement right now. സാർ നമസ്കാരം. ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന കണ്ണാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹാജരായിട്ടുള്ളത്. സോ പ്രോസിക്യൂഷൻ പറയുന്ന കുറേ കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. ഇന്നലെ ഈ പറയുന്ന സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഫയറിംഗ് സിറ്റുവേഷൻ നടന്നിട്ടില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഫയറിംഗ് സിറ്റുവേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഈ ഫയർ ചെയ്തത് ഒരു പച്ച മുടിയുള്ള ഒരാളാണ് എന്നാണ് പോലീസുകാരൻ ആദ്യമേ വന്ന് പറഞ്ഞത്. കാരണം ദൂരെ നിന്ന് അവർ ഹെയറിൻ്റെ കളറാണ് അവർ ആദ്യം ശ്രദ്ധിച്ചത്. ഇവിടെ വന്നിട്ട് പച്ചമുടിയുള്ള ഒരാൾ വെടിവെച്ചായിരുന്നല്ലോ എന്നാണ് ആദ്യം ചോദിച്ചിട്ട് അക്കൂട്ടത്തിൽ പച്ചമുടിയുള്ള ഒരാളെ ആദ്യമേ പോയി പിടിക്കുകയായിരുന്നു. ഈ സിറ്റിയിൽ പച്ചമുടിയുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ അറിവിൽ തന്നെ സുമേഷുണ്ട്, രാഘവനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് പച്ചമുടിയുള്ളത്. എൻ്റെ കക്ഷിയെ പച്ചമുടിയുള്ളതിൻ്റെ പേരിൽ മാത്രം അവിടെ വെച്ച് പോലീസുകാരെല്ലാവരുടെയും മുന്നിൽ വെച്ച് പിടിച്ചോണ്ട് പോവുകയും അതുപോലെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ബോഡി ക്യാം ഉള്ള പോലീസുകാർ അതിൽ നിന്ന് മാറി നിന്നിട്ട് വെളിയിൽ നിന്നുള്ള ഗുണ്ടകളെ ഹയർ ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന് തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ജർമ്മൻ കണ്ണാപ്പി എന്ന ആളെ ബഹുമാനപ്പെട്ട കോടതിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അവനൊന്നും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും അസ്വസ്ഥതായിട്ടാണ് ആ ഒരു പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഇവിടുത്തെ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ സിറ്റിസൻസിന് വേണ്ടിയിട്ട് സിറ്റിസനെ സെർവ് ചെയ്യാനാണോ അതോ ഇവരെയൊക്കെ ഇതുപോലെ ഗുണ്ടകളെ പോലെ ഇടിച്ച് തല്ലി തകർക്കാനാണോ നിൽക്കുന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സംശയമുണ്ട്. ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വെളിയിൽ നിന്ന് ഗുണ്ടകളെ ഹയർ ചെയ്ത് തല്ലിച്ചതയ്ക്കുകയാണ് ഉണ്ടായത് എൻ്റെ കക്ഷിയെ. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, കേവലം ഒരു പച്ചമുടിയുടെ പേരിൽ ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിക്കേണ്ട വന്നിട്ടും ഈ പറയണത് പോലെ ആളുടെ മാനസിക അവസ്ഥകൾ പോലും കൺസിഡർ ചെയ്യാതെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. മാനസിക അസുഖം എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കക്ഷിക്ക് കുറച്ച് നാളായിട്ട് ഈ പറയണത് പോലെ കുറച്ച് ഡിപ്രഷൻ ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇങ്ങനെ ഒരു കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയണത് വരെ പുള്ളിക്കാരൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതും കൂടി ബഹുമാനപ്പെട്ട കോടതി കൺസിഡർ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ആയിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പക്കലുള്ള തെളിവുകളും ഒക്കെ ബഹുമാനപ്പെട്ട കോടതിക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ക്രോസ് വിസ്താര ആരംഭിക്കാം. പ്രോസിക്യൂഷൻ എനിക്ക് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് XMP ഓഫീസറിനെ ഓക്കെ അലവ് ചെയ്യണം. That's all your honor. പറയണമായിരുന്നില്ലേ? എടാ റേഡിയോയുടെ വോളിയം ഞാൻ ഫുള്ളാ വെച്ചിരിക്കുന്ന കണ്ട. 85, 90, 100 ഇതിൽ കൂടുതലില്ല.
ആ ഫസ്റ്റ് സിനാരിയോയിലെ സാക്ഷികളുടെ വിറ്റ്നസ് ഇവിടെ ഉണ്ട്. ഐ വിറ്റ്നസ് ഉണ്ട്. ഒന്ന് ലോറ, 2 ജോണി മാമൻ. ഇവർ രണ്ടുപേരും ഐ വിറ്റ്നസ് ആണ്. ഞാനല്ല വെടിവെക്കുന്നുള്ള ഐ വിറ്റ്നസ് ആയിട്ട് ഇവർ രണ്ടുപേരുണ്ട്. പിന്നെ 3 കൊലപ്പെട്ട മുച്ചിരിയും ബാക്കി എന്ത് ഇരിക്കില്ലേ. പിന്നെ പിന്നെന്തോ വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. ഞാൻ പറഞ്ഞു തരില്ല. മിണ്ടാതിരി. ഓക്കെ ഓക്കെ. സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. സാറ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ തന്നെ കണ്ണാപ്പിനെ DOJ സബ്മിറ്റ് ചെയ്തപ്പോ തന്നെ XMP മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടായിരുന്നു. ചെയ്തായിരുന്നു. ഇന്നലെ തന്നെ ഇൻസ്പെക്ഷൻ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് അല്ലേ നടത്തിയിരുന്നത്? അതെ അതെ, കറക്റ്റ് ആയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ എന്താ പറയാനാ സാറേ, ഒന്ന് പറയാമോ? ആ റിപ്പോർട്ടിൽ ഇൻസ്പെക്ഷൻ ചെയ്ത ടൈമില് ആൾക്ക് ബ്രൂസസ് ഉണ്ടായിരുന്നു. പിന്നെ കാലിന് ചെറിയ ഫ്രാക്ചർ കണ്ടായിരുന്നു. വേറെ അതായത് കണ്ണിന് ചെറിയ മങ്ങലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെ ഡൗട്ടും ഇതായിരുന്നു. അതുപോലെ അബ്ഡോമൽ ഏരിയയിൽ ഇന്റേണൽ ബ്ലീഡിങ്ങിന്റെതും മെൻഷൻ ചെയ്തായിരുന്നു റിപ്പോർട്ട്. ഓക്കെ സാർ, താങ്ക് യു. നിങ്ങളുടെ ഫുൾ എക്സാമിനേഷന്റെ ബേസിസിൽ ഇത് എങ്ങനെ ഉണ്ടായ ഇഞ്ചുറീസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? വെയിറ്റ്. ബ്രൂസസിന്റെ ഇത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് മേ ബി ഒരാളുടെ ഇടി കൊണ്ടിട്ടുള്ളതാവാം, അല്ലെങ്കിൽ വെഹിക്കിൾ ആക്സിഡന്റിലാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹയസ്റ്റ് ബിൽഡിംഗിൽ നിന്ന് മറ്റേതെങ്കിലും സ്പേസിൽ നിന്ന് വീണിട്ടുള്ളതാവാം. അത് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല നമുക്ക്. അത് പ്രൈമറി ഇതിൽ ഇൻസ്പെക്ഷനിൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. കോടതിക്ക് ചോദിക്കാനുള്ളത്, ഇതില് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെങ്കിൽ പ്രൈമറി ചെക്കപ്പില് അതൊരു ഇടികൊണ്ടിട്ട് ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലുള്ള ഇഞ്ചുറീസ് ആണോ അത്രയും വലിയൊരു ഇഞ്ചുറീസ് വന്നിരിക്കുന്നത്? അല്ല, അതായത് അല്ല. ഓക്കെ, Let me rephrase the statement. ഡോക്ടർ പറയുന്നത് ഇപ്പോൾ കണ്ണാപ്പിയുടെ ശരീരത്തിൽ കാണുന്ന മുറിവുകൾ ഇടി കൊണ്ടുണ്ടായ മുറിവുകളല്ല എന്നാണോ, അതോ ഇടി കൊണ്ടുണ്ടായ മുറിവുകളാണെന്നാണോ? ഉണ്ടായ മുറിവുകളല്ല. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് സാർ. ഇന്നലെ പി ഡി അവിടെ കണ്ണാപ്പിയെ പിടിക്കാൻ വരുന്ന സമയത്ത് കണ്ണാപ്പി അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയോ അതുപോലെ വണ്ടി എടുത്ത് ഓടാനോ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറാനോ ഉള്ള ഒരുവിധ മൽപ്പിടുത്തങ്ങളും സാർ എനിക്ക് സാർ ഒബ്ജക്ഷന്റെ കാര്യത്തില് സാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ക്രോസിന്റെ ടൈമിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സാർ അത് ഞാൻ എനിക്ക് പറഞ്ഞു വരാനുള്ള ഒരു സമയം പോലും സാർ എനിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ സാർ. കാരണം അവസരം ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. ഒബ്ജക്ഷൻ വിളിക്കുമ്പോൾ ജസ്റ്റ് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സാർ. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് അതിനുള്ള പറയാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് മാത്രം എടുത്ത് പറഞ്ഞോളൂ. ഓക്കെ സാർ, അതായത് യാതൊരു സ്റ്റേഷനിൽ ഹാജരാവുന്നത് വരെ എൻ്റെ കക്ഷിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ തൊട്ടാണ്, അതായത് ഫസ്റ്റ് നമ്മൾ കണ്ണാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളെ PDയിൽ ഇതുപോലെ വിളിപ്പിക്കുമ്പോൾ തൊട്ടാണ് അവന് ഈ അസസ്സുകളും ബാക്കി കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇല്ലാതിരുന്ന ഈ ഫ്രാക്ചറുകളും കണ്ണിൻ്റെ മങ്ങലുകളും ഒക്കെ എങ്ങനെയാണ് അകത്ത് ചെന്നപ്പോൾ വന്നതെന്നുള്ളതിൻ്റെ വാലിഡ് പ്രൂഫും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സും ഞങ്ങൾക്ക് കാണിക്കാനുണ്ട്. സോ അത് ഒരു ഡോക്ടർ അത് ഇടി കൊണ്ടതല്ല എന്ന് 100% ആയിട്ട് എടുത്ത് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നോട്ടഡ്. HMD രാഘവൻ പിള്ള,
താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് താങ്കൾക്ക് തരാം. പ്രോസിക്യൂഷൻ അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് എക്സ്എംഡിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരം കോടതിക്ക് തരാം. ഇപ്പോ നമ്മള് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞതെന്ന് വെച്ചാൽ PDയിൽ കൊണ്ടുവന്ന് അവിടുന്ന് നേരിട്ട് DOJ കൊണ്ടുവന്നു എന്നാണ് കിട്ടിയ അറിവ് വെച്ചത്. അതുപോലെ ഇൻസ്പെക്ഷൻ ടൈമിലുള്ള താങ്കളുടെ ഇൻസ്ട്രക്ഷന്റെ ഡീറ്റെയിൽസ് മാത്രം അതാണ് പറഞ്ഞു വരുന്നത്. സാർ മേക്ക് ഇറ്റ് ക്രിസ്പ് ആൻഡ് ക്ലിയർ. പോയിന്റ് വൈസ് ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫൈനലായിട്ട് പറയാനുള്ളതെന്ന് പറയുക. ഓക്കെ. നമ്മള് ഇൻസ്പെക്ഷൻ ടൈമില് ഇത് കണ്ട ബ്രൂസസിന്റെ ഇത് ഡ്യൂറേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 3-4 മണിക്കൂറിന് മുമ്പുള്ള ബ്രൂസസ് ആണ് വന്നിട്ടുള്ളത്. അതാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് കർണലില്. 10-4. ഇനി എന്തെങ്കിലും പ്രോസിക്യൂഷൻ ചോദിക്കാനുണ്ടോ? That means, as per the XMD report, ആ ബ്രൂയിസസ് ഒന്നും ഉണ്ടായത് ഒരു എന്താ ലോകമർദ്ദനത്തിലൂടെ അല്ലാന്നും അതിനൊക്കെ മുമ്പാണ് ആ ബ്രൂയിസസ് ആൻഡ് ഇഞ്ചുറീസ് ഉണ്ടായതെന്നുള്ളത് റിപ്പോർട്ട്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. Noted. Any more questions, prosecution? No, sir. I would like to examine. Just wait. Just wait. Defense. Okay. Do you have? ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. Do you have any question for him, Mr. Paridhasan? അതെ, എനിക്ക് ചോദിക്കാനുണ്ട്. Can I, sir? You may proceed. Yeah. ഇവര് തന്നെയല്ലേ പറഞ്ഞ മുസ്ലിം So, സാറിന്റെ പേരൊന്ന് പറയാ. എന്റെ പേര് രാഘവൻ പിള്ള. രാഘവൻ പിള്ള സാർ തുടക്കം കോടതിയിൽ വന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. ഇത് അടി കൊണ്ടതാണോ അല്ലെങ്കിൽ ഈ പറയണത് പോലെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയതാണോ എന്ന് നമുക്ക് പെട്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് ആദ്യമേ തന്നെ സാറ് പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലെന്ന് പറയരുത് സാറ്. അത് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ലാസ്റ്റിൽ അതൊരു അടി അതല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഡോക്ടർ എങ്ങനെ എത്തിയെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് പ്രകാരം വെച്ചാല് 3 മണിക്കൂറിന് മുമ്പുള്ള പ്രോസസ്സാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പ്രകാരം പീഡനങ്ങളെ ഇത് മർദ്ദനം കൊണ്ടാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് അവിടെ പാട് കാണാൻ പറ്റും. കൈയുടെ പാടും ഇതൊക്കെ കാണാൻ പറ്റും. അതൊന്നും ഇത് വിസിബിൾ ആയിട്ട് കാണുന്നില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഈ പീഡിയിലുള്ള ആൾക്കാരുടെ അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ എൻ്റെ കക്ഷിയോടുള്ള വൈരാഗ്യം തീർത്തത് അവിടെയാണ്. ഇത് പീഡിയിലുള്ള ഓഫീസറല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ കക്ഷിയെ തല്ലിയത്. എൻ്റെ കക്ഷിയെ വെളിയിൽ നിന്നുള്ള പോലീസിൻ്റെ അറിവോട് കൂടിയുള്ള ഗുണ്ടകളെ അകത്ത് കടത്തി കരിക്കിനകത്ത് തോർത്ത് കെട്ടി ദേഹത്ത് പാടുവരാത്ത രീതിയിൽ തല്ലിച്ചതയ്ക്കുമായിരുന്നു ആ പാവത്തിനെ. അതിൻ്റേതായിട്ടുള്ള കാരണം ആ മുതുക്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണാപ്പിയെ അവിടുന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയം അവനെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്നത് വരെ അവന് ഒരു ഇഞ്ചുറീസും ഇല്ല. അവന് ഈ മുടന്ത് നടത്തമില്ല, അവൻ്റെ മുഖത്ത് പാടില്ല, അവൻ്റെ കണ്ണിന് കാഴ്ചക്കുറവില്ല, ഒന്നുമില്ല. പോലീസ് വണ്ടിയിൽ കയറുന്നതും വരെ അതില്ലെങ്കിൽ പിന്നീട് അത് വന്നെങ്കിൽ അത് പോലീസുകാരുടെ ഉത്തരവാദിത്വമല്ലേ? അതിലെന്തെങ്കിലും ഡോക്ടറിന് പറയാനുണ്ടോ? കാരണം അവിടെ കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികൾ ഒരുപാട് പേരുണ്ട്. കണ്ണാപ്പിയെ വണ്ടിക്കകത്തോട്ട് വിളിച്ച് കയറ്റുന്നതും ആ കയറുന്ന വരെയുള്ള അവൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ ഇതുപോലത്തെ ഒരു ഇഷ്യൂസും ഇല്ലാതെ കണ്ട ഒരുപാട് പേര് നമുക്കിവിടെ കോടതിയിൽ കൊണ്ടുവന്ന് തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റും. പിന്നെ വൺസ് പോലീസ് ഓഫീസറുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉള്ളത് പോലീസുകാർക്കല്ലേ? അതെ. That's it, Your Honor. Okay, I have a question for defense counsel. Yeah, sure. Do you having any material evidence for the words which you are split out? സാർ, ഞാനൊരു സാക്ഷിയെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ. Do you have any material evidence? മെറ്റീരിയൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല സാർ. മെറ്റീരിയൽ എവിഡൻസ് ആയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ട ആൾക്കാരുണ്ട്. ഇത് കണ്ട ഒരുപാട് തെളിവ് ഇത് നമുക്കിവിടെ വന്ന് കോടതിയിൽ സത്യസന്ധമായിട്ട് ഓണറിൻ്റെ മുമ്പിൽ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനുള്ള ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഈ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ വേണമെങ്കിൽ ഞാൻ കോടതിയുടെ മുമ്പായി ഹാജരാക്കുന്നതാണ്. ഐ മീൻ ഐ വിറ്റ്നസ്. Objection sustained. കണ്ണാപ്പിക്ക് മെന്റലി എന്തെങ്കിലും ഇൽനെസ് ഉണ്ടായതായിട്ട്
റിപ്പോർട്ട് ഫയൽ കൊടുത്തിരുന്നോ? ചോദ്യം ആരോടാ? ലോയറിനോടാണ് ചോദ്യം. ഓക്കെ, കണ്ണാപ്പിക്ക് മെന്റൽ ഇൽനെസ് എന്നല്ല പറഞ്ഞത്. മെന്റൽ ഇൽനെസ്സും ഡിപ്രഷനും എന്നൊക്കെ പറയണത് വേറെ വേറെ കാര്യങ്ങളാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, കണ്ണാപ്പി കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ്റെ എക്സ് ലവറായിട്ടുള്ള കുട്ടി ആക്സിഡൻറ്റിൽ അവൻ്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചു പോയതാണ്. സോ ഇതിൻ്റെ ഒരു ട്രോമയിൽ നിന്നൊക്കെ അവൻ റിക്കവറായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റിക്കവറായി വരുന്ന സമയത്ത് പലവട്ടവും പല കാര്യങ്ങളിൽ എൻഗേജ് ആയി ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരോ ഇൻസിഡൻസ് ഇതേപോലെ അവനെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നത്. സോ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അവൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ആൾക്കൊരു മെൻ്റൽ ഇൽനെസ്സോ അല്ലെങ്കിൽ പ്രാന്തോ വട്ടോ അങ്ങനെ ഉണ്ട് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടി എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? കുട്ടി മരണപ്പെട്ടത് പലേറ്റോയിൽ വെച്ചിട്ടാണ്. എക്സ്ലാൻഡ് സിറ്റിയിൽ വെച്ച് തന്നെയാണോ? എക്സലന്റ് സിറ്റിയിൽ വെച്ച് തന്നെയാണ് മരണപ്പെട്ടത്. കുട്ടിയുടെ പേരെന്താണ്? കുട്ടിയുടെ പേര് സന. ഓക്കെ. I have a question for the defense. യെസ്, പറഞ്ഞോ സർ. Do you have any evidence for the same? മരണപ്പെട്ട കുട്ടിയുടെ ആണോ? Death certificate? യെസ് സാർ ഞാനൊരു കാര്യം പറയാം. മരണപ്പെട്ട കുട്ടി എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലെ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റിൻ്റെ മോളാണ്. ആക്ച്വലി അവരുടെ റിലേഷൻഷിപ്പ് വളരെ പ്രൈവസിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ പേരൻസിന് ഈ കണ്ണാപ്പി എന്ന് പറയുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്തും അല്ലെങ്കിൽ കുറച്ച് സീക്രട്ടായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവൻ്റെ കുടുംബത്തിലെ ഒരു നാഥൻ എന്നുള്ള രീതിയിൽ നോക്കി പറയുകയാണെങ്കിൽ എന്നോട് ആ ഇഷ്ടം അവൻ പലവട്ടവും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയി സംസാരിക്കണം, വീട്ടിൽ പോയി ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് യാതൊരുവിധ ഇതിനും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് നിന്നിരുന്നത്. ആ ഒരു അപ്രോച്ചിലാണ് ഞങ്ങൾ നിന്നത്. സോ മരണശേഷം ബോഡി ടേക്ക് ഓവർ ചെയ്തതും ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചതും എല്ലാം കുട്ടിയുടെ പേരൻസാണ്. ഞങ്ങൾ ഓൾറെഡി കുട്ടിയുടെ പേരൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ഇന്നൊരു സഡൻ ഇതായതുകൊണ്ട് നമുക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അവരുടെ പേരൻസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ പേരൻസ് അത് ഹാൻഡ് ഓവർ ചെയ്യുവാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിന് മുമ്പിൽ അത് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. Defense counsel? One second. I have one question for the defense counsel. After that, you may continue. Okay, sir. Defense counsel? യെസ് യുവർ ഓണർ. എന്തായാലും ഇതിന്റെ ഒരു അഫിഡവിറ്റ്, ആ പറയുന്ന വ്യക്തിയുടെ പാരന്റ്സ് ഡീറ്റെയിൽസ് എല്ലാത്തിന്റെ ഒരു അഫിഡവിറ്റ് you may please submit to the court register after this section is over. ഷുവർ സാർ, ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ വൺസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ അവർ പേരൻസ് റെഡിയാവും ഇങ്ങനൊരു കേസിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ. സ്വന്തം കുട്ടി ജീവിച്ചിരുന്നപ്പോൾ പോലും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു പേരൻസ് മേ ബി ചിലപ്പോൾ വരുമായിരിക്കും, വരത്തില്ലായിരിക്കും. അത് എനിക്ക് അറിഞ്ഞുകൂടാ ആ പേരൻസിൻ്റെ മെൻ്റൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും എന്ന്. മേ ബി കണ്ണാപ്പിയെ പോലെ തന്നെ അവരും ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവരങ്ങനത്തെ ഒരു രീതിയിൽ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഫ് ദേ ആർ റെഡി ടു കം ടു ദ കോർട്ട്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം അറ്റ്ലീസ്റ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാനിവിടെ ഹാജരാക്കാൻ വേണ്ടി എൻ്റെ സൈഡിൽ നിന്നുള്ള മാക്സിമം എഫേർട്ട് ഞാൻ എടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ അത് കൊണ്ട് തന്നിരിക്കും. Okay, for your objection, Mr. Prosecutor. Time for your objection. Your Honor, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണെന്നും ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവര് ചമഞ്ഞു കൂട്ടിയതാണെന്നും ഉള്ളതിനുള്ള എന്റെ ബോഡി ക്യാം വിഷ്വൽസ് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ PD സൈഡിൽ നിന്നപ്പോ ഇവര് കണ്ണാപ്പിയുടെ ഡിപ്രഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചാണ് ഇവരത് സംസാരിച്ചത്. പേരൊക്കെ വിടുക, നിങ്ങൾക്ക് അതൊക്കെ സെറ്റാക്കാം. ഒരു കള്ളത്തിനുണ്ടാക്കി കോടതിയിൽ പറയാം എന്നുള്ളത് ഈ നിൽക്കുന്ന ലോയറായ ഭരദ്വാജ് സംസാരിക്കുന്ന POV ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ കേൾക്കാമോ? അലിഗേഷനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ? സാർ ഇപ്പോൾ പറഞ്ഞ അലിഗേഷനെതിരെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ PDയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഇവരുടെ കൂട്ട് സെയിം ഡ്രസ്സ് ഇട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നായിരുന്നു. അപ്പം നമ്മൾ കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഈ പറയണതുപോലെ നമുക്കെതിരെയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. കുറേ പേര് ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ട് കുറേ പേര് നമ്മളവിടെ നിന്ന്. സോ ആ സമയത്ത് അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണത്. അത് പുള്ളിയുടെ അടുത്ത് അന്നേരം പുള്ളി എൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഈ റിപ്ലൈ പറയുന്ന ആളാണ് ഇത് വാദിക്കുക എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് അത് തമാശ രൂപേണയാണ് അതിൻ്റെ റിപ്ലൈ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ചിരിച്ചൊഴിവാക്കി കളഞ്ഞൊരു സാധനം ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവരുടെ കള്ളത്തരം വെളിയിൽ കൊണ്ടുവന്നപ്പോൾ അത് എനിക്കെതിരെയുള്ള ഒരു ടൂളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതാണ് ആ വിഷ്വൽസ്. ആ വിഷ്വൽസിലുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ചുമ്മാ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമാണ്. മിസ്റ്റർ കൗൺസിൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങള് എന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ. മീൻവൈൽ നെക്സ്റ്റ് ആരെയാണ് വിളിക്കേണ്ടത് നിങ്ങൾക്ക്? ഓക്കെ മിസ്റ്റർ ഷറഫുദ്ദീൻ പ്ലീസ്. എടാ സംസാരിക്കാതിരിക്കോടാ. എടാ മന്ദരേ സാർ പറഞ്ഞു. അതെ ഈ സന എന്ന് പറയുന്നത് എക്സലന്റ് സിറ്റിയിലെ സിറ്റിസൺ ആണോ? സാർ ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ കണ്ണാപ്പി വിളിക്കുന്ന പേരാണ്. ഒഫീഷ്യലി സിറ്റിയിൽ ഉള്ള നെയിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണാപ്പിയോട് തന്നെ അത് ചോദിക്കണമെന്നത്. കാരണം എന്നെ പരിചയപ്പെടുത്തുന്നതും എൻ്റെ മുമ്പിൽ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതും എല്ലാം സന എന്ന് തന്നെയാണ്. ഓക്കെ, കണ്ണാപ്പി വന്നതിന് ശേഷം കോടതിക്ക് അതിന് കൃത്യമായ ഒരു മറുപടി ഡിഫൻസ് തരേണ്ടി വരും. ഓക്കെ, അതിനുശേഷം മാത്രമായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റും ആ ഒരു കാര്യവും കോടതി അഡ്മിസിബിൾ ആവണേ. ഓക്കെ സാർ, ഒരു കാര്യം കൂടി എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സന എന്ന് പറയുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ വോട്ടെവർ ആ നെയിം ഒഫീഷ്യൽ നെയിം എന്തായാലും ആ കുട്ടിക്ക് ഈ കേസുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. സോ അവൻ്റെ ഒരു മെൻ്റൽ സ്റ്റേജിനെ എനിക്ക് നിങ്ങൾ എക്സാക്ട്ലി അത് എങ്ങനെയാണ് എന്തൊരു സ്റ്റേജിലാണ് അവനുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരുടെ റിലേഷൻഷിപ്പും ബാക്കി കാര്യങ്ങളും ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തത്. സോ ഒരു മരിച്ചുപോയ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എല്ലാ റെസ്പെക്റ്റും കോടതിയുടെ സൈഡിൽ നിന്ന് ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും കോടതിയുടെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും ഡിഫൻസ് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് ആണ് ഈ പറഞ്ഞ കണ്ണാപ്പി എന്ന് പറഞ്ഞ അക്യൂഷന്റെ മെന്റൽ സ്റ്റേറ്റ്മെന്റിനെ തന്നെ പറഞ്ഞത്. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങളിലേക്ക് ഓണർ, എനിക്കിവിടെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തെ കാര്യം, ഞാൻ അവിടെ DOJയിലെ ഓഫീസേഴ്സ് ആണ് നിന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ സബ്മിറ്റ് ചെയ്ത ബോഡി ക്യാമില് ഞാൻ DOJ ആണെന്ന് ആ പരുന്ത് വാസുവിന് ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയായിരുന്നു എന്നുള്ളതും പരുന്ത് വാസു അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് DOJയിലെ ഓഫീസർ ആണെന്ന് പരുന്ത് വാസുവിന് അവർ പറഞ്ഞു കൊടുക്കുന്നതും ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഞാൻ സബ്മിറ്റ്. ആ വിഷ്വൽസിന്റെ ഡിഫൻസ് പറഞ്ഞ പോലെ ഡിഫൻസിന് അവിടെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ഒരു വേറൊരു പോയിന്റ് ഓഫ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്നുള്ളത് കോടതിയിൽ അഡ്മിസിബിൾ ആണ്. ഓക്കെ, അതിൽ യാതൊരുവിധ ഡൗട്ടോ കാര്യങ്ങളോ കോടതിക്കില്ല. അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ POV is rejected by court. രണ്ടാമത്തേത്, കണ്ണാപ്പിയും മുച്ചിരിയും തമ്മിൽ ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ണാപ്പി കൺഫസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ XMD എക്സാമിൻ ചെയ്തിട്ടുള്ള പ്രൂസസ് ഉണ്ടായത് ആ ഫൈറ്റ് സിറ്റുവേഷനിലും ആവാം എന്നുള്ളത് ഞാൻ ഇവിടെ കോടതിയെ അറിയിക്കാൻ. സർ, എനിക്ക് അതിലൊരു കാര്യം പറയാനുണ്ട്. ക്യാൻ ഐ? ഓക്കെ സർ, ഈ കണ്ണാപ്പി എന്ന് പറയുന്ന ആളും മുച്ചിറി എന്ന് പറയുന്ന ആളും എൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന 2 പേരാണ്. വർഷങ്ങളായിട്ട് ഈ സിറ്റിയിൽ ഒരുമിച്ച് 5-6 വർഷമായിട്ട് ഒരുമിച്ച് താമസിച്ച് വരുന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനനിയന്മാരാകുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയണത് പോലെ ഗണ്ണെടുത്ത് ഒരാളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു ഇതിലേക്കില്ല.
ഞങ്ങൾ ഈ ഈ സിറ്റിയിൽ കുറേ കുടുംബങ്ങളായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, കുറേ ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഈവൻ PD ആയിട്ട് വരെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ട്. കണ്ണാപ്പിയും മുച്ചിറിയും തമ്മിൽ സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പുറത്ത് മുതുക്കിൽ നടന്ന ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സിറ്റുവേഷൻ PD-യുടെ പ്രസൻസിൽ ഈ ഒരു സിറ്റുവേഷൻ വേഴ്സാക്കാൻ വേണ്ടിയിട്ട് പച്ച തലമുടി ഇട്ട് വന്ന ഒരാൾ ഈ ഒരു കേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ ഗൺഫയർ ചെയ്ത് ഇതാക്കി രക്ഷപ്പെട്ടതാണ്. ഞാൻ ആദ്യമേ തന്നെ മെൻഷൻ ചെയ്തതുപോലെ സർ, നിങ്ങളുടെ വാദം കോർട്ടിന് അക്സെപ്റ്റബിൾ അല്ല. കാരണം എന്തുകൊണ്ടാന്ന് പറയട്ടെ? പറഞ്ഞു സാർ, പറഞ്ഞു. താങ്കൾ കോർട്ട് ഓഫ് ലോയുടെ ഫ്രണ്ടിലുള്ള അപ്പോയിന്റ്മെന്റിൽ താങ്കൾ തന്നെ പറഞ്ഞൊരു വേർഡ് ഞാൻ കോട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഫാമിലിയിലുള്ള കണ്ണാപ്പിയും എന്റെ ഫാമിലിയിലുള്ള മുച്ചിരിയും തമ്മിൽ വെടിവെച്ചതിന് അവർക്ക് രണ്ടുപേർക്കും കേസ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് കണ്ണാപ്പി ഇവിടെ? ദിസ് ഈസ് ദ വേർഡ് ഈസ് കോട്ട് ബൈ യു യുവർ സെൽഫ്. സോ ദിസ് വേർഡിങ്സ് മസ്റ്റ് ബി ഡിലീറ്റഡ് ഫ്രം ദ കോർട്ട് ആർഗ്യുമെന്റ്. സാർ, ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഒരേപോലെ പരിചയമുള്ള 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഫയൽ ചെയ്തിടത്തോളം കാലം ഈ ഒരു ഇത് ഞാൻ സാർ, വിത്ത് ഓൾ റെസ്പെക്ട് ഐ എം നോട്ട് ബെനിങ് ദ കേസ് സാർ. ഞാൻ സാറിനോട് ചോദിച്ച ഒരു ഇതാണ്, നമ്മൾ ഒരേ കുടുംബത്തിൽ നിന്ന് വന്ന 2 പേര്. ഇത് സാർ ആദ്യമേ തന്നെ വിളിപ്പിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കേസിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം കൂടിയാണത്. ഈ പറയണത് പോലെ നമുക്ക് 2 പേർക്കും പരാതി ഇല്ലാത്തടത്തോളം കാലം ഇതെങ്ങനെയാണ് കേസായതെന്ന്. അപ്പോഴാണ് സാർ എനിക്ക് റിപ്ലൈ തന്നത്. PD Objection on hold. This is the talking between the judge and the defense. അപ്പോൾ സാറ് തന്നെയാണ് ആ ഒരു മറുപടി സാറിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പ്ലനേഷൻ തന്നതെന്ന് പറഞ്ഞാൽ PD-യുടെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നു, PD-യിലെ വിറ്റ്നസ് ആയിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത്. എനിവേ മിസ്റ്റർ വസു, താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് കോർട്ടിന്റെ ഫ്രണ്ടിൽ ഓൾറെഡി ഉള്ളതാണ്. അത് കോർട്ടിന്റെ വിധിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഫൈനൽ വെർഡിക്റ്റിൽ ഞാൻ പറയാം. ഓക്കെ ഷുവർ സാർ. ഹലോ, കേൾക്കാവോ? You are not allowed, Kannapi. If you have any counsel, you should. ഇതിലൊരു കാര്യമുണ്ട്. പോലീസ് സമ്മതിപ്പിക്കാനാ മനസ്സിലായി കൊന്ന ഞാനാ സമ്മതിപ്പിക്കാൻ എന്നെ തല്ലുന്നത്. കണ്ണാപ്പിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന സെഷൻസിൽ അറ്റംപ്റ്റ് മർഡറോ ക്രിമിനൽ കേസസോ ആയിട്ടുള്ളതല്ല, ഇല്ലീഗൽ യൂസ് ഓഫ് ഫയർആമും പബ്ലിക് എൻഡേഞ്ചർമെന്റും ആണ്. അവരെത്ര അറിയാവുന്നവരോ അറിഞ്ഞൂടാത്തവരോ ആയിക്കോട്ടെ, അവിടെ അവർ അങ്ങനെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ പബ്ലിക്കിനെയാണ് അവർ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ എത്തിച്ചതെന്നുള്ളത് ഞാൻ ഡിഫൻസിനെ ഓർമ്മിപ്പിക്കുന്നു. പോയിന്റ് വാലിഡ്. നെക്സ്റ്റ് ആരെയാണ് താങ്കൾക്ക് ഇതിലോട്ട് വിളിക്കാനുള്ളത്? I would like to call the chief of the matter, sir. Chief of P. Okay, doctor, you can. ഇയാളെ പൊരിക്കണം നമുക്ക്. Chief of PD, please be on the court. ഈ കമ്മ്യൂണിക്കേഷൻ ഫ്രം എവരിവൺ ഒന്ന് സത്യമല്ലേ? കാണടാ, ഒരു സിങ്കും ഇല്ലാത്ത ആൾക്കാർ RP കളിക്കണത്. കോടതി മുൻകാർക്ക് സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ, സത്യമല്ലാതെ വേറൊന്നും ബോധിപ്പിക്കില്ല. സർ, കേസിന്റെ എവിടെ തൊട്ടാണ് സാറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നത്? Actually, I was about to give some confidential information to DOJ, okay, towards the judge. അതിനാണ് ഞാൻ ഇവിടെ ആക്ച്വലി എത്തിയത്. Then I found that there is a case happening here. Then I go through with all the evidence they have submitted towards the DOJ because it's already in our system. So complete കേസും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. സ്റ്റഡി ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കണ്ണാപ്പിയുടെ ബിഹേവിയർ തന്നെയാണ്. ഓക്കെ, അവിടെ നിന്ന് സംസാരിക്കുന്ന രീതി പല ടൈമിലും പല വ്യത്യസ്ത രീതികളിൽ പുള്ളി ടോക്ക് ചെയ്യുന്നത് പോലെ ഒരു ഫീൽ വന്നു. സോ ഐ തോട്ട് ദാറ്റ് എന്താണ് കേസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ ഞാൻ എൻ്റെ ഓഫീസേഴ്സിൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തു, ഏകൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തു. ദെൻ ഐ ഗോ ത്രൂ വിത്ത് ഓൾ ദ എവിഡൻസ് ദേ ഹാവ് സബ്മിറ്റഡ് ടുവേർഡ്സ് ദ കോർട്ട്, ദ ബോഡി ക്യാം വിഷ്വൽസ്, ഡോക്യുമെന്റ്സ് എക്സെട്ര. I found that കേസ് നടന്നിരിക്കുന്ന മീൻസ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നതിൽ കണ്ണാപ്പി മീൻസ് എൻ്റെ ബോഡി ക്യാം മീൻസ് എൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ബോഡി ക്യാം വിഷ്വൽസിനകത്ത്
കണ്ണാപ്പിയെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് വൺ മിസ്റ്റർ ചന്ദ്രൻ ആൻഡ് അനദർ വൺ ഈസ് നീകൻ. ഇവർ രണ്ടുപേരുമാണ് കണ്ണാപ്പി ആണെന്ന് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. കണ്ണാപ്പിയെ പി ഡി അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പി ഡി അറസ്റ്റ് ഡിഫൻസ് കൗൺസിൽ യെസ് യുവർ ഓണർ. ഈ പറയുന്ന ചന്ദ്രബോസ് എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളല്ലേ? അതെ, ചന്ദ്രബോസും നീഗനും മെൻഷൻ ചെയ്ത രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. ഓക്കെ 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 താങ്ക് യു മിസ്റ്റർ ഭരത്. സോ ആ വിഷ്വൽസിൽ നോക്കിയപ്പോൾ അവിടെ ജോക്കി എന്ന് പറയുന്ന വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. സോ ഈ 3 വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയം തന്നെ പുള്ളി കണ്ണാപ്പി ആ വീഡിയോഗ്രാഫിയിൽ കൺഫസ് ചെയ്യുന്നുണ്ട്, ഞാൻ മുച്ചിരിയെ അടിച്ചത് സെൽഫ് ഡിഫൻസിനാണെന്ന്. കാരണം ഞങ്ങൾക്ക് അറിയില്ല മുച്ചിരിയെ അവിടെ വെടികൊണ്ടാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് ക്ലിയർ അല്ലായിരുന്നു. അവിടെ നിന്ന സിറ്റിസൺസും മീൻസ് ഞാൻ പറയുന്നത് സാർ ആ വീഡിയോഗ്രാഫിന്റെ ഇത് വെച്ചാണ്. അവിടെ സിറ്റിസൺസ്, അതായത് ഈ ചന്ദ്രബോസ്, നീകൻ, അതുപോലെ പുള്ളി പറഞ്ഞാലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ തന്നെയാണെന്ന് പറഞ്ഞപ്പോ മുച്ചിരി കണ്ണാപ്പി ആ സ്പോട്ടിൽ പറയുന്നുണ്ട് സെൽഫ് ഡിഫൻസിനാണ് ഞാൻ അടിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ബേസിസിലാണ് കണ്ണാപ്പിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണാപ്പിയെ സെർച്ച് ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഇല്ലീഗൽ പ്രൊഹിബിറ്റഡ് AR വെപ്പൺ PD ഐഡന്റിഫൈ ചെയ്തു. അത് സീസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും. സോ വെടിവെച്ചതിൽ നമുക്ക് അവിടെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. കാരണം മുച്ചിരി മരിച്ചതിന്റെ ഉള്ള മീൻസ് മുച്ചിരിക്ക് ഇഞ്ചർ ആയതുള്ളതിന്റെ ഇത് കണ്ണാപ്പി വെടിവെച്ചു എന്നുള്ളതിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മർഡറിംഗ് സിറ്റിസൺ എന്നൊരു ചാർജ് നമ്മൾ അതിൽ ചാർജ് ചെയ്തിട്ടില്ല. ബട്ട് പുള്ളിയുടെ കയ്യിൽ വെപ്പൺ ഉണ്ടായിരുന്നു. ഈ വെപ്പൺ അവിടെ ഫയറിംഗ് ഉണ്ടായത് പുള്ളി കാരണമാണെന്ന് ചന്ദ്രബോസും അതുപോലെ തന്നെ നീകനും അവിടെ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ 2 ചാർജസ് അവിടെ ഇതാക്കിയിട്ടുള്ളത്. അതായത് ഇല്ലീഗൽ വെപ്പൺസ് കയ്യിൽ പ്രോസസ് ചെയ്തത് എൻഡൈസർ കാണിച്ചു, അതൊരു സിവിലിയൻ മീൻസ് പബ്ലിക് സ്പേസിലാണ് എന്നുള്ളതിന്. ഈ 2 കേസസ് മാത്രമേ ഞങ്ങൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. മർഡറിങ്ങിനുള്ള ചാർജസ് ഞങ്ങൾ ഇതാക്കിയിട്ടില്ല. ഒരു കാര്യം ചെയ്യും ബ്രോ, ബാലിനെ പോയി വിളിച്ചിട്ട് ഇപ്പൊ ആർപിക്കകത്ത് കയറി വരാൻ പറ, എന്നിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഇതാക്കാൻ പറ ബ്രോ. അവൻ എത്ര നാളായിട്ട് ബ്രേക്കിലാ ബ്രോ. നിങ്ങളൊരു കാണുവാണെങ്കിൽ കാണ്, അല്ലാതെ എന്ത് ചെയ്യാൻ ഇതിനകത്ത് ഞാൻ രാത്രിയിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് വരണം അവനെ കെട്ടി വലിച്ച്. പറഞ്ഞൊരു അറിവേ ഉള്ളൂ. സോ വി ജസ്റ്റ് കോട്ടഡ് അക്യൂസ്ഡ് ആസ് ചന്ദ്രബോസ് ആൻഡ് നീകൻ. കാരണം അവിടെ പറഞ്ഞത് അതും ഇവർ 2 വെടിവെച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ അക്യൂസ്ഡിനകത്ത് ഇൻസിഡന്റിനകത്ത് അവർ 2 പേര് വീണ്ടും മെൻഷൻ ചെയ്തത്. കാരണം ഇവരെല്ലാം കുടുംബക്കാരായതുകൊണ്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മേ ബി അവര് വിചാരിച്ച രീതിയിലായിരിക്കില്ല കേസ് മുന്നോട്ട് പോയത്. ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള രീതിയിലായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്ത് ഏറ്റുവന്ന രീതിയിലായപ്പോൾ വെടിവെച്ചതായിരിക്കാം. പക്ഷെ നമുക്കതിലൊരു പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരെ അക്യൂസ് ആയിട്ട് മീൻസ് ജസ്റ്റ് സസ്പെക്ട് ആയിട്ട് മാത്രമേ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഗോയിങ് ആണ് സാർ. അവരുടെ 2 എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാറുണ്ട്. അവിടെ വെച്ച് കണ്ണാപ്പി കൺഫസ് ചെയ്തിരുന്നോ ചന്ദ്രബോസും നീകനുമാണ് അബ്രഹാം മാത്യു സാറിനെ അൺകോൺഷ്യസ് ആക്കിയത് എന്നുള്ളത്? വെരിഫൈ ചെയ്തിട്ടില്ല സാർ. ഇറ്റ്സ് ഓൾ എവറിത്തിങ് ഇൻസൈഡ് ദ വിഷ്വൽസ് ആക്ച്വലി. യുവർ ഓണർ, ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പോലീസ് ബോഡി ക്യാമില് വ്യക്തമാണ് കണ്ണാപ്പി അവിടെ കൺഫസ് ചെയ്തിരുന്നു. ചന്ദ്രബോസും നീകനുമാണ് അവിടെ ഉണ്ടായിരുന്ന PD ഓഫീസറായ എബ്രഹാം മാത്യു സാറിനെ അൺകോൺഷ്യസ് ആക്കിയത് എന്നുള്ളത് പറഞ്ഞിട്ടത്. അത് അപ്പോൾ ഇത് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ജസ്റ്റിസിന് തോന്നുന്നത് എന്നുള്ളത് എനിക്ക് അറിയണം. Okay, fine. Okay. Any valid questions towards the head of PD, Mr. Defense Counsel? സാർ ഈ കേസിന്റെ എവിടം തൊട്ടാണ് ഉണ്ടായിരുന്നത്? മീൻസ് കേസിന്റെ ഏത് ഭാഗം തൊട്ടാണ്? സാർ ഇത് ഞാനിവിടെ കോർട്ടില് ഇങ്ങനൊരു കേസ് നടക്കുന്നുണ്ടായിട്ട് ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജഡ്ജുമായിട്ട് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്ക്. സോ ആ ടൈമിൽ ഞാനിത് ഇൻവോൾവ് ആകാനുള്ള റീസൺ ഒരു സീരിയസ് അലിഗേഷൻ വന്നു, PD കണ്ണാപ്പിയെ മർദ്ദിച്ചു എന്നുള്ളത്. സോ ഞാനത് അവരുടെ ബോഡി ക്യാം വിഷ്വൽസ് ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ സബോർഡിനേറ്റ്സിനോട്
ആ സബോർഡിനേറ്റ്സിനോട് ബോഡി ക്യാം വിഷ്വൽസ് ആവശ്യപ്പെട്ടപ്പോൾ പിടിയിൽ കണ്ണാപ്പിയെ കൊണ്ടുവരുന്ന ആ സമയം വരെ കണ്ണാപ്പിക്ക് യാതൊരുവിധ ബോഡിക്ക് ഒരു പ്രശ്നവുമില്ല. കണ്ണാപ്പിയെ ആയിട്ട് ഒരു അങ്ങനെ അടിക്കുകയോ മർദ്ദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ച് കണ്ണാപ്പിയെ കോടതിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ ജോണി മാമന്റെ പ്രസൻസിലാണ് കൊണ്ടുപോകുന്നത്. ആ സമയത്തൊക്കെ കണ്ണാപ്പി വളരെ ബോഡി വളരെ നോർമൽ സ്റ്റേറ്റിലാണ് നിന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ കണ്ണാപ്പിയെ ആദ്യം ഞാൻ വിഷ്വൽസിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാപ്പിയെ ആദ്യം കിട്ടിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് സെൽഫ് ഡിഫൻസിനാണ്. ഐ കോട്ടഡ് ദാറ്റ് യുവർ ഓണർ, ഐ ജസ്റ്റ് പോയിന്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്, സെൽഫ് ഡിഫൻസിനാണ് ഞാൻ കണ്ണാപ്പിയെ അടിച്ചത് എന്ന്, സോറി മുച്ചിരി അടിച്ചതെന്ന് കണ്ണാപ്പി പറയുന്നുണ്ട്. സെൽഫ് ഡിഫൻസ് മീൻസ് ഒരാള് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സെൽഫ് ഡിഫൻസ് എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഇഞ്ചുറി പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ തോക്കിന്റെ പാത്തിയോ വേറെ എന്തെങ്കിലും, ഇപ്പോ നേരത്തെ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞതുപോലെ സം എലമെന്റ്സ് ലൈക്ക് എനിക്കറിയില്ല എന്താണെന്ന്, സം എലമെന്റ്സ് പുറത്ത് ബോഡിയുടെ ക്ഷതം ഏൽപ്പിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും എലമെന്റ്സ് വെച്ചാണ് ഇച്ചിരി അടിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ സീൻ ഓഫ് ക്രൈമില് പോലീസ് ഇല്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം മുച്ചിരി എന്നൊരു വ്യക്തി അവിടെ ഇല്ലാണ്ടായതിനു ശേഷമാണ് പോലീസ് അവിടെ ക്രൈം സീനിൽ എത്തുന്നത് തന്നെ. സോ വാസു പറഞ്ഞതിൽ, ഐ മീൻ ദ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞതിൽ മേ ബി ശരിയായിരിക്കാം. കാരണം അങ്ങനെ ഒരു വസ്തു വെച്ച് മുച്ചിരി അടിച്ചിട്ടുണ്ടാവാം കണ്ണാപ്പിയെ. കാരണം പീഡിക്കകത്ത് അങ്ങനെ ഒരു വസ്തു വന്നതായിട്ടോ, കാരണം കണ്ണാപ്പി പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കണ്ണാപ്പിയായിട്ട് ജോണി, മിസ്റ്റർ ജോണി ആൻഡ് മിസ്റ്റർ ജോക്കി പീഡിയുടെ സെല്ലിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളതും ആ സമയത്ത് കണ്ണാപ്പിയുടെ ബോഡി സ്റ്റെബിലിറ്റി, ബോഡി സ്റ്റേറ്റ് ഇറ്റ് വാസ് നോർമൽ. ആ സമയത്ത് കണ്ണാപ്പി എന്നെ മർദ്ദിച്ചു എന്നുള്ളതോ ഒരു മർദ്ദിച്ച അവശനായ ഒരു രീതിയിലുള്ളതോ, കാരണം ഇപ്പോ എന്ത് സാധനം പീഡിക്കകത്ത് വെച്ച് ഇപ്പൊ എന്നെ ഒരു നോർമൽ ഹ്യൂമൻ ബീൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ എന്ത് ഇന്റേണൽ ഇഞ്ചുറി, എനിക്ക് പുറത്തൊരു ഇഞ്ചുറീസ് ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്റെ എനിക്ക് ക്ഷീണം ഉണ്ടാകും ആക്ച്വലി. Hello? Anything, sir? That is from my side, sir. Okay, fine. Defense counsel, do you have any valid സംസാരിച്ചിട്ട് അതെ എനിക്ക് ചോദിക്കാനുണ്ട് സാർ. ഹലോ ഭരതചന്ദ്രൻ സാർ. ഹലോ സാർ. സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാർ ആദ്യം തന്നെ മെൻഷൻ ചെയ്തായിരുന്നു അവിടെ കണ്ണാപ്പിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് രണ്ടുപേര് കൺഫസ് ചെയ്തു എന്നുള്ള പേര്, വൺ മിസ്റ്റർ ചന്ദ്രബോസ് ആൻഡ് വൺ മിസ്റ്റർ നീഗൻ. സാർ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ മിസ്റ്റർ നീഗൻ ആൻഡ് വൺ മിസ്റ്റർ ചന്ദ്രബോസ് കണ്ണാപ്പിയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ പീഡിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നതാണോ സാറിന്റെ ക്വസ്റ്റ്യൻ? അല്ല, അങ്ങനെ പറഞ്ഞു എന്ന് സാർ പറഞ്ഞായിരുന്നല്ലോ. അതിന് സാറിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല എനിക്ക്. പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. സാർ ത്രൂ ദ വീഡിയോഗ്രാഫ് ഐ ജസ്റ്റ് ചെക്ക്ഡ് ആൻഡ് ഞാനിത് പറഞ്ഞു ഇവിടെ. ഓക്കെ, എൻ്റെ ചോദ്യം ഇനിയാണ്, ഇനി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഭരതചന്ദ്രൻ സാറ് തന്നെ ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് പി ഡിയിൽ ഒരുപാട് കേസസ് ഉള്ള രണ്ട് വ്യക്തികളാണ്, ഒന്ന് നീഗനും ഒന്ന് ചന്ദ്രബോസും. ഈ ഭരതചന്ദ്രൻ സാറ് തന്നെ ഒരുപാട് വട്ടം ഇവരെ രണ്ടുപേരെ പിടിക്കാനും ഇവരെ രണ്ടുപേരെ പല കേസുകളിലും ഇതാക്കാനും വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ടും ലുക്കൗട്ട് നോട്ടീസസും പല സമയം മൾട്ടിപ്പിൾ ടൈംസ് ചന്ദ്രനെതിരെയും നീഗിനെതിരെയും ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഓഫീസർ കൂടിയാണ് ഈ നിൽക്കുന്ന ഭരതചന്ദ്രൻ സാറ്. അങ്ങനെയുള്ള ഈ ഒരു ഭരതചന്ദ്രൻ സാറിന് ഇത്രയും ക്രൈം ചെയ്തിട്ടുള്ള രണ്ടുപേരുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഒറ്റയടിക്ക് വിശ്വസിച്ച് ഈ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന കണ്ണാപ്പിയാണ് ഇത് ചെയ്ത കുറ്റക്കാരൻ എന്ന് ഒറ്റയടിക്ക് എങ്ങനെ അവിടെ വെച്ച്, അതും ഇത്രയും രണ്ട് ക്രിമിനലുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഒരു ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓഫീസറിനെ അവിടെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതാണ് സത്യം എന്ന് എങ്ങനെ ഭരതചന്ദ്രൻ സാറിനെ അവിടെ വിശ്വസിക്കാൻ പറ്റി എന്നൊന്ന് പറഞ്ഞായിരുന്നേ കൊള്ളായിരുന്നു സാർ. സാർ ഞാൻ പറയാം. ഐ വിൽ. മേ സർ, ഷാൽ ഐ കണ്ടിന്യൂ? ഡിഫൻസ് ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരം പറയാം. അതിനുള്ള അല്ല, ഒരു ഇന്ററപ്ഷൻ വന്നു, അതാണ് ഞാൻ ചോദിച്ചത്. കണ്ടിന്യൂ. അല്ല, പറഞ്ഞു. ഓക്കെ സാർ, ലെറ്റ് മീ ക്ലിയർ വൺ തിങ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ആ ക്രൈം സീനിലില്ല, ഞാനല്ല ആ കേസ് ഹാൻഡിൽ ചെയ്തത്. സാറല്ല, സാറ് മാത്രമല്ലല്ലോ ഈ ഒരു കേസിൽ, ഇവിടെ സിറ്റിയിൽ നടക്കുന്ന എല്ലാ കേസുകളിലും സാറിന് മാത്രമല്ല ഇൻവോൾവ്മെന്റ് ഉള്ളത്.
സാറിൻ്റെ ടീമായ എൻ്റെയർ PDക്ക് ചന്ദ്രനെയും നീഗനെയും ഒക്കെ വളരെ ഫെമിലിയർ ആണ്. എല്ലാ കേസസിലും സാർ ഒറ്റയ്ക്കല്ല ഇവരെ ആരെയും പിടിക്കുന്നത്. സാറിൻ്റെ കൂടെ ഒരു എൻ്റെയർ ടീമുണ്ട്. ഈ എൻ്റെയർ ടീം എല്ലാ വട്ടവും ഈ പറയണത് പോലെ ചന്ദ്രൻ്റെ കേസിലും നീഗൻ്റെ കേസിലും ഒക്കെ ഇൻവോൾവ് ആണ്. ഇവർക്കൊക്കെ അതിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇവർക്ക് സാറിനെ പോലെ തന്നെ ഈ പറയുന്ന ബാക്കിയുള്ള PD ഓഫീസേഴ്സിനും അവരെ അറിയാം. അപ്പോൾ അതേപോലത്തെ 2 ക്രിമിനൽസ് ആയിട്ടല്ലെങ്കിൽ ഇത്രയും കേസ് ബാക്ക് ടു ബാക്ക് ഈ PDയിലുള്ള 2 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ സത്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ എന്ത് വിശ്വസിച്ചാണ് ആ വാക്ക് കേട്ട് കണ്ണാപ്പി അവിടെ അറസ്റ്റ് ചെയ്തതെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അപ്പോഴും പറയണത് നിങ്ങൾ അവിടെ ഒരാളുടെ 2 പേരുടെ ഒപ്പീനിയൻസ് ചോദിച്ചെന്നാണ്. യെസ് പറഞ്ഞു. You may please hold until the defense counsel. ഞാൻ ആൻസർ പറഞ്ഞു തുടങ്ങുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്ക് ആൻസർ പറയാനുള്ള സ്പേസ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. Defense counsel, please hold on. പറഞ്ഞു. Meanwhile, head, please. Yes, sir. So even if it's a criminal, okay, ഇപ്പൊ സാറ് ആദ്യം ചോദിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് അത് ഏറ്റെടുത്തതെന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വിഷ്വൽസ് ഞാനിപ്പോൾ പ്രസന്റ് ചെയ്ത അത്രയും ഡീറ്റെയിൽസ് ഞാൻ എന്റെ ഓഫീസറിന്റെ ബോഡി ക്യാം കണ്ടതിന്റെ പേരിൽ ആണ് ഞാനിത് ഇത്രയും ഇവിടെ പറഞ്ഞത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, സാർ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് എന്റെ സബോർഡിനേറ്റ് എന്റെ കൊളീഗ്സ് അവരെ 2 പേരുടെയും വാക്ക് വിശ്വസിച്ചു. ഓക്കെ, കാരണം ഈവൻ ഇഫ് ഇറ്റ്സ് എ ക്രിമിനൽ, ഓക്കെ, അവിടെ നിന്ന അത്രയും ആളുകളുടെ ഇത്രയും ജനങ്ങളുടെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് ഐഡന്റിഫൈ ചെയ്യാത്ത കുറെ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് ഇത് പറയുന്നത്. ചന്ദ്രനും നീകനും അവിടെയുള്ള ഒരു വ്യക്തി പോലും അതിനെ ഒബ്ജക്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പോലും ഒബ്ജക്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ണാപ്പി എന്ന് പറയുന്ന വ്യക്തി സെൽഫായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി മുച്ചിരിയെ സെൽഫ് ഡിഫൻസിന് വേണ്ടി, ഐ റിപ്പീറ്റ്, സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അടിച്ചത് എന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഇവിടെയാണ് എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്. അവിടെ നിന്ന് ഒരാൾ പോലും മിണ്ടിയില്ല എന്ന് പറഞ്ഞില്ലേ? കുറച്ച് നാളായിട്ട് ഈ സിറ്റിയിൽ PDയുടെ സൈഡിൽ നിന്നുള്ള ഗുണ്ടായിസം, ഞാൻ ഒന്നും കൂടി എടുത്തു പറയാണ്, PDയുടെ സൈഡിൽ ഉണ്ടാകുന്ന ഗുണ്ടായിസത്തെ പേടിച്ചിട്ടാണ് ഇവിടുത്തെ സിറ്റിസൺസ് ഒരു വാക്ക് പോലും പറയാഞ്ഞത്. ഞാനിത് തുടക്കത്തിൽ എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഓണർ. ഈ പറയണത് പോലെ ഇവിടെ PD കുറച്ച് നാളായിട്ട് കാണിക്കുന്ന ഇല്ല. എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള ഒരു സമയം തരണം പ്ലീസ് സാർ. ഞാൻ അതിന്റെ അത് ഇന്ററപ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ നിങ്ങൾ ഓണർ, ഞാൻ വന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തെ എൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തായിരുന്നു. PDക്ക് നമ്മളോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ഇത് പലവട്ടവും ഇത് നടന്നിട്ടുള്ളത് നമ്മുടെ ഗ്യാങ് ഹൗസുകളിലോ നമ്മുടെ കുടുംബ വീടുകളിലോ അതേപോലെ രഹസ്യമായിട്ടുള്ള സ്ഥലങ്ങളിലല്ല. നമ്മൾ ഇത് പബ്ലിക്കലി നിൽക്കുമ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് പറയാനുണ്ടായിരുന്നു സാർ. അതായത് ഈ പ്രശ്നം നടക്കുന്നതിന് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന അതേ സ്ഥലത്ത്, ഏകദേശം അടുത്ത അതേ സ്ഥലത്ത് മുതുക്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വണ്ടി കൊണ്ടിട്ടു എന്ന് പറഞ്ഞിട്ട് PD ആയിട്ട് ഒരു വലിയ കോൺവെർസേഷനിൽ ഇൻക്ലൂഡിങ് ഈ ഭരചന്ദ്രൻ സാറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു വലിയ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അന്ന് PDയും നമ്മൾ സിറ്റിസൺസിനുമായിട്ടുള്ള കോൺവെർസേഷൻ ഒട്ടും നല്ല രീതിയിലല്ല പോയത്. വളരെ മോശമായിട്ടായിരുന്നു അവിടുത്തെ സംസാരവും അവിടുത്തെ 2 പേരും അങ്ങോട്ട് തമ്മിലുള്ള. ലാസ്റ്റിൽ ഈ ഭരചന്ദ്രൻ സാർ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഓഫീസറിൻ്റെ സംസാരത്തിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കൂടി 2 ആഴ്ച മുമ്പ് നടന്നായിരുന്നു. ഈ സമയത്ത് സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടോണ്ടിരിക്കുകയാണ്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ കാണിക്കുന്ന PDയെ ഉറപ്പായിട്ടും പബ്ലിക്കിന് പേടിയുണ്ടാവും സാർ. ഈ 2 ക്രിമിനൽസ് ഞാൻ പറഞ്ഞില്ലേ സാർ, വേറെ ആരും എന്തുകൊണ്ട് സംസാരിക്കാൻ? കാരണം ഈ 2 പേരും, ഈ ചന്ദ്രനായാലും നീഗനായാലും മൾട്ടിപ്പിൾ ടൈംസ് കോടതി കയറിയും ഇതുപോലെ സ്റ്റേഷനിൽ പോയും ഇവരുമൊക്കെ ആയിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ട് ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ള കാര്യം ഈ 2 പേർക്കും നല്ലതുപോലെ അറിയാം. ബാക്കിയുള്ള ഇവിടുത്തെ പാവപ്പെട്ട സിറ്റിസൺസിന് അങ്ങനെയല്ല. അവർക്ക് ജയിലിൽ കയറേണ്ടതും ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരവരൊക്കെ. അവർക്ക് ജയിലിൽ കയറാനും കോടതിയിൽ വരാനും കോടതിയിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനും പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ ബാക്കിയുള്ളവരെല്ലാവരും സൈലന്റ് ആയിരുന്നതും ഈ പറയണത് പോലത്തെ 2 ക്രിമിനൽസിന്റെ വാക്ക് ഈ PD കേട്ടു എന്ന് പറയുന്നതും പച്ചമുടിയുടെ പേരിൽ എൻ്റെ കക്ഷിയായ കണ്ണാപ്പിയെ അറസ്റ്റ് ചെയ്തതും അതുകൊണ്ടാണ്. അല്ലാതെ ഈ ഒരു 2 ക്രിമിനൽസിന്റെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഒരു വാലിഡ് പ്രൂഫായിട്ട് എടുക്കുന്നതിൽ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്, യുവർ ഓണർ. Okay, objection valid. And what is interesting on the case as Your Honor, I would like to hold on. I have a question for you. താങ്കളാണോ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ? Right now I am taking this case. Right now, who is initial ആരായിരുന്നു? Initial Mr. Egan. ഏഗൻ കോർട്ടിലുണ്ടോ?
Yes, sir. So before that, Okay. I have an humble request. പുള്ളി ഇത്രയും പറഞ്ഞതിൽ ഒരു പോയിന്റ് പുള്ളി പറഞ്ഞതിൽ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഇല്ല, അതിനുള്ള സമയം തരുന്നതായിരിക്കും. അതിനുള്ള ടൈം സാർ, അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിലൊരു ഇല്ല, പറഞ്ഞിരുന്നു. ചീഫ് അത് പറയാനുള്ള സമയം കോടതി തരുന്നതായിരിക്കും. ഇപ്പോ ഏകൻ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടുള്ള ഏകനെ കോടതി വിസ്തരിക്കണം. സോ ഏകൻ But you are rejecting humble submission from my side because it's a relevant information. അത് റിജക്ട് ചെയ്തിട്ടില്ല. അതിനുള്ള സമയം തരാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് time. This is Chief, the time. Chief, വെരിപ്പടിയാവും കേട്ടോ മിക്കവാറും. കോടതി അത് already Yeah, sure, sir. പറഞ്ഞിട്ടുണ്ട്. Sure. ഏകന് വരാൻ പറയാം. You can just wait over there. ഏകന്റെ സബ്മിഷൻ കഴിഞ്ഞിട്ട് ഭരത്തിന് പറയാനുള്ളത് പറയാം. ഭരത് പ്ലീസ് വെയിറ്റ് over there. Okay. Can I just Okay, sir. Because we have some questions with Egan. Egan, please. Sir, can I Guys, ഇതൊരു ലോങ് RP ആയിരിക്കും. ഉറക്കം വരുന്നവരൊക്കെ ഉറങ്ങുക. Hold on. Court have some questions towards the primary investigation officer. After that, you can. Yes, Your Honor. Okay, Mr. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. Okay, Mr. Officer. Mr. Egan, right? Yes, sir. Egan, you have two direct questions from the side of court. ഈ Yes. പറയുന്ന പ്രൈമ ഫേസി ആയിട്ടുള്ള ഐ വിറ്റ്നസ് ആയിട്ട് നിങ്ങളടുത്ത് ഇദ്ദേഹമാണ് ക്രൈം കൺവിക്ട് ചെയ്തതെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് ചന്ദ്രനും നീകനുമാണെന്നുള്ളത് താങ്കൾ വെരിഫൈ ചെയ്യുന്നുണ്ടോ? വെരിഫൈ ചെയ്യുന്നുണ്ട്. എന്റെ ബോഡി ക്യാമാണ് ഇവിടെ പ്രൂഫായിട്ട് ഞാൻ വെരിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലായില്ല. താങ്കൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ടല്ലോ, അവരാണ് പറഞ്ഞെന്നുള്ളത് വെരിഫൈ ചെയ്യുന്നു. അത് കണ്ണാപ്പി കൺഫ്യൂസ് ചെയ്തല്ലോ ഓൾറെഡി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. താങ്കൾ വെരിഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും ഇല്ലീഗൽ ട്രാക്ക് റെക്കോർഡുള്ള രണ്ടു പേരുടെ ഐ വിറ്റ്നസ് എങ്ങനെയാണ് പ്രൈമ ഫേസിയെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? അവളെ ഇത്രയും പബ്ലിക് സേഫ്റ്റിയാണ് നമ്മള് മാക്സിമം നോക്കിയത്. അന്ന് ആളെ കൊണ്ടുപോകാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുത്തത്. ക്വസ്റ്റ്യൻ അതല്ല മിസ്റ്റർ ഓഫീസർ. എന്റെ ക്വസ്റ്റ്യൻ ഇത്രയും ഇല്ലീഗൽ ട്രാക്ക് റെക്കോർഡുള്ള രണ്ട് വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രൈമ ഫേസിയെ നിങ്ങൾ കൺസിഡർ ചെയ്തത്? Why you are considered? Can I just say Order. അവർ സിറ്റിസണും കൂടി ഇല്ല സാർ. Oh, they are okay. Fine. Prosecution, do you have any words on it? Sir, yes. Sorry. Prosecution. Sir, ഇവിടെ ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയേണ്ട ഒരു സെഷൻസ് ഇവിടെ ചാർജ് ചെയ്തിട്ടില്ല. ഇവിടെ PD കണ്ടതിനനുസരിച്ച് ഒരു ഇല്ലീഗൽ യൂസ് ഓഫ് ഫയർ ആമും പബ്ലിക് എൻഡേഞ്ചർമെന്റിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ സെഷൻ. അപ്പോ എനിക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. എപ്പോഴും ഓറ മേളിലോട്ട് പോയാ എങ്ങനെയാ? അനുവാദം തരണമെന്ന് കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Granted. മിസ്റ്റർ ജർമൻ കണ്ണാപ്പി, നമ്മൾ പറയുന്ന എല്ലാ ഒബ്ജക്ഷനൊന്നും അപ്രൂവ് ചെയ്ത് തരത്തില്ലടാ. ഈ സംഭവം നടക്കുന്ന സമയം താങ്കളുടെ കയ്യിൽ ഗൺ ഉണ്ടായിരുന്നു? സംഭവം നടക്കുന്ന സമയം എന്റെ കയ്യിൽ കണ്ണുണ്ടായിരുന്നു സാർ. സാർ അത് യൂസ് ചെയ്തിരുന്നോ? യൂസ് ചെയ്തിട്ടില്ല സാർ. കാരണം എന്റെ അനിയനെ കൊല്ലേണ്ട ആവശ്യം എന്താണ് സാർ? എനിക്ക് ഞാൻ കൊച്ചിലെ മുതൽ കാണുന്ന എന്റെ കൂടെ കളിച്ച് ചിരിച്ചു വളർന്ന അനിയനാണ്. എന്റെ ഈ വാദം കാണാൻ വരെ അവൻ ഇവിടെ വന്നിട്ട് എന്നിട്ട് പോലും സാർ ലൈക്ക് എനിക്ക് എന്റെ സ്വന്തമായിട്ട് കൂടപ്പുറപ്പിനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ സാർ? But sir, as per the body cam provided, Kannapi has already confessed during the situation that he has used the gun for his own safety, and അതൊരു പബ്ലിക് സ്പേസിൽ വെച്ചാണ് ഉപയോഗിച്ചത് എന്നുള്ളതും കണ്ണാപ്പി ആ സമയം തന്നെ കൺഫ്യൂസും ചെയ്തിരുന്നു. ആൻഡ് PD ഓഫീസറിനെ കൊന്നത് അൺകോൺഷ്യസ് ആക്കിയത് ചന്ദ്രബോസും നീകനുമാണെന്നുള്ള കാര്യം വരെ അവിടെ മിസ്റ്റർ ജർമൻ കണ്ണാപ്പി കൺഫ്യൂസ് ചെയ്തതാണ്. ആൻഡ് യു ക്യാൻ വെരിഫൈ ദ ബോഡി ക്യാംസ് ഓഫ് ദ PD ഓഫീസേഴ്സ് സബ്മിറ്റഡ് ബിഫോർ ദ കോർട്ട്. It is noted. It is noted. Bharachandran.
Yes, sir. എന്നെ Shall I- ഇടിച്ചു പ്ലീസ് the time allotted for അതിനാണ് you is ഗുണ്ടകളെ വരുത്തിയത് അവര്. 1 minute. Yes, sir. Yes, sir. കേസ് Thank you. സമ്മതിക്കണം. Thank you, sir. പരചന്ദ്രൻ സാർ പുള്ളി നേരത്തെ ഒരു കാര്യം ചോദിച്ചായിരുന്നു. ആക്ച്വലി എന്തുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും ക്രിമിനൽ എടുത്തതെന്ന്. ആസ് മൈ കൊളീഗ് സെഡ്, ഹീസ് എ സിറ്റിസൺ. പുള്ളി ക്രിമിനൽ കാര്യങ്ങൾ കാണിച്ചു, അതിനുള്ള ശിക്ഷകൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ അങ്ങനെ അവരുടെ വാക്കുകൾ വിലക്കെടുക്കാതിരുന്നാൽ അയാളുടെ സിറ്റിക്കകത്ത് പോലും വരുന്നത് ഞങ്ങൾ തടയേണ്ടി വരും. സോ ഒരാളുടെ ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അയാൾ അതിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ നോർമൽ സിറ്റിസൺ ആയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരാൾ എപ്പോഴെങ്കിലും ഒരു ക്രൈം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് ഫുൾ ആയിട്ട് നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ വാക്കുകൾക്ക് ഇവിടുത്തെ റൈറ്റ്സ് ഉണ്ട്. സോ അയാൾ പറയുന്നത് ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് പുള്ളി പറഞ്ഞു അത്രയും സിറ്റിസൺസ് അവിടെ മിണ്ടാതെ നിന്നത് പീഡിയെ പേടിച്ചിട്ടാണെന്ന്. കാരണം പുള്ളിയോട് ചോദിക്കുന്നത് ജോക്കിയാണ്, കണ്ണാപ്പിയോട് ചോദിക്കുന്നത് മുച്ചിരിയുടെ കേസ് പീഡി പോലും അല്ല. ഇതിനാണ് കണ്ണാപ്പി ജോക്കിയോടാണ് പുള്ളി പറയുന്നത് എന്താണ്, ഞാൻ സെൽഫ് ഡിഫൻസിനാണ് മുച്ചിരിയെ അടിച്ചത് എന്നുള്ളത്. ഈ രണ്ട് പോയിന്റാണ് ഞാൻ എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഭരചന്ദ്രൻ സാറിന്റെ സംസാരിക്കാനാണോ ചോദിക്കാനാണ്. Okay, this will be the final close of the section. Okay. Then you make a സോ രണ്ടുപേരടുത്തും എനിക്ക് രണ്ട് സാറുമാരുടെ അടുത്തും ആണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ പച്ചമുടിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ത് റീസണിലാണ് ഈ പച്ചമുടി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇനിഷ്യൽ ഇതിൽ പറഞ്ഞത്? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ്. ഇനിയും ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ചോദ്യമാണ്. ഇതിൽ ഞാൻ ഉത്തരം പറയുന്നവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്, യുവർ ഓണർ. ഐ നീഡ് ദാറ്റ് തിങ്. ഓക്കെ. ഡിഫൻസിന്റെ ക്ലോസ് ആണ് കേസ് അല്ല. യെസ് സർ, പ്ലീസ്. ഡിഫൻസിന്റെ ക്ലോസ് ആണ്. സോ ഡിഫൻസിന്റെ ചോദ്യങ്ങൾക്കാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഡിഫൻസ് ചോദിച്ചാൽ മറുപടി പറയാൻ. അതാ പറഞ്ഞേ. ഭരചന്ദ്രൻ സാർ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, നമുക്ക് സംസാരിക്കാലോ. ഓക്കെ. സോ ഞങ്ങള് പച്ചമുടിയുടെ ഇതിലല്ല അവരെ അറസ്റ്റ് ചെയ്യുന്നത്. പച്ചമുടി എന്നുള്ള ടോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അവര് പേരെടുത്ത് പറഞ്ഞു ആളെ ചൂണ്ടിക്കാണിച്ച് തന്നു. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് രണ്ടുപേരും. പിന്നെ ഈ പുള്ളി തന്നെ അവിടെ നിന്ന് കൺഫസ് ചെയ്തു പുള്ളി ആണ് അവിടെ മുച്ചിരിയെ അടിച്ചത് സെൽഫ് ഡിഫൻസിൽ നിന്ന്. അതുകൊണ്ടാണ് കേസ് എടുത്തത്. അതും എടുത്തിരിക്കുന്നത് മുച്ചിരിയെ അടിച്ചത് എന്ന് പറയണത് കൈവച്ചടിച്ചതാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് എടുത്തിരിക്കുന്ന കേസ് സിറ്റിസൺ എൻഡേജൻസിനാണ്, പബ്ലിക് സേഫ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. മുച്ചിരിയെ അടിച്ചതിനോ മറ്റോ എടുത്തിട്ടില്ല. ഓക്കെ. സോ ഇനി ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാല് അവിടെ വെച്ച് തന്നെയാണോ കണ്ണാപ്പി ആണ് ഈ വെടിവെച്ചത് എന്നൊക്കെ സമ്മതിച്ചത്? കണ്ണാപ്പി നമ്മൾ വീണ്ടും പറയുന്നു, പുള്ളി സെൽഫ് ഡിഫൻസിന് വേണ്ടി മുച്ചിരിയെ അടിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിട്ടില്ല കണ്ണാപ്പി വെടിവെച്ചു എന്നുള്ളത്. കണ്ണാപ്പി ഗണ്ണ് യൂസ് ചെയ്തു എന്നുള്ളതും കണ്ണാപ്പി തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. അതില് കണ്ണാപ്പിയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് വീണ്ടെടുക്കുകയും ചെയ്തു. മിസ്റ്റർ വാസു, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കക്ഷിയെ തല്ലി എന്നൊരു കാര്യം ഓൾറെഡി ഞാനിവിടെ സൂചിപ്പിച്ചായിരുന്നു. കണ്ണാപ്പി ഈ സമ്മതിക്കുന്നതിന് ഉള്ള ഒരു മെയിൻ റീസൺ പോലും ഇവർ തല്ലി പറയിച്ചതാണത്. അതായത് മുച്ചിറിയെ ഇതാക്കിയത് കണ്ണാപ്പിയാണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സമ്മതിക്കണം എന്ന് കണ്ണാപ്പിയെ കൊണ്ട് തല്ലി ഉപദ്രവിച്ച് പറയിപ്പിച്ച ഒരു കാര്യമാണ്. അതിന് ചിലപ്പം ഇവരുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ യുവർ ഓണർ, ഈ പറയണത് പോലെ കണ്ണാപ്പിക്ക് എനിക്ക് അതുപോലെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഓക്കെ, എനിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വൺസ് ഒരു കുറ്റവാളി പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ഹെൽത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്വം ആർക്കാണ്? പോലീസ് ഓഫീസേഴ്സിനല്ലേ? പോലീസ് ഓഫീസേഴ്സിനാണ്. അപ്പൊ പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന എൻ്റെ കക്ഷിയായ കണ്ണാപ്പിയെ എങ്ങനെയാണ് PDയുടെ അകത്ത് വന്നതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ പറയണത് പോലെ, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു മുച്ചിറ് തല്ലിയേക്കാം, മുച്ചിറ് ഇതാക്കിയേക്കാം. നിങ്ങളുടെ PD ഡിപ്പാർട്ട്മെൻറ്റിൽ ബോഡി ക്യാം മാത്രമേ ഉള്ളൂ? വേറെ എൻ്റെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും CCTV ക്യാമറാസ്, ജയിലിലുള്ള ആൾക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ക്യാമറകളും എല്ലാം ഇന്ന് ആണെങ്കിൽ പോലും PDയിൽ വന്ന സമയത്ത് ഭരചന്ദ്രൻ സാറിൻ്റെ കൂടെയുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും എന്നെ PDക്ക് അകത്ത് കൊണ്ടുപോയി സെല്ലിൻ്റെ ഏരിയകളിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ എല്ലാം ഈ പറയണത് പോലെ CCTV ക്യാമറാസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും പോലീസുകാരെയും എല്ലാം വെട്ടിച്ച് എൻ്റെ കക്ഷിയായിട്ടുള്ള കണ്ണാപ്പിയെ വെളിയിൽ നിന്ന് വന്ന ഒരാൾ തല്ലി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് ഭരചന്ദ്രൻ സാർ?
ഭരചന്ദ്രൻ സാറ് പറഞ്ഞായിരുന്നല്ലോ ഈ PD ആയിരിക്കില്ല തല്ലിയത്, ഒന്നെങ്കിൽ മുച്ചിറിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. because it's an internal injury. അത് തന്നെയാണ് യുവർ ഓണർ എനിക്ക് പറയാനുള്ളത്. ഈ പറയണത് പോലെ പീഡിയുടെ അകത്ത് വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഈ പീഡിയുടെ കയ്യിൽ തന്നെ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി ക്യാമും എല്ലാം കീപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് സ്റ്റേഷനകത്ത് നടന്ന ഒരു CCTV വിഷ്വലോ ബാക്കിയുള്ള കാര്യങ്ങളോ എടുത്ത് ഇവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതി എൻ്റെ കക്ഷിയായ കണ്ണാപ്പിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അല്ല, ഇതുവരെ ബാക്കിയുള്ള എല്ലാവരും സംസാരിക്കാനുള്ള അവസരം ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇത്രയും, ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ശ്രമിച്ചിട്ട് പോലും ആ ഒരു അവസരം കൊടുക്കണമെന്ന് ഞാൻ വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രോസിക്യൂഷൻ എന്തായിരുന്നു, ഒബ്ജക്ഷൻ എന്തായിരുന്നു? യുവർ ഓണർ, PDക്ക് അകത്തുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഉൾപ്പെടെ ബോഡി ക്യാംസ് കോർട്ട് ഇത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഔട്ട്സൈഡർ ആയിട്ട് ആകെ വന്നിരുന്നത് രണ്ടുപേര് ഈ ജർമ്മൻ കണ്ണാപ്പിയുടെ തന്നെ സുഹൃത്തുക്കളാണ് എന്നുള്ള വിഷ്വൽസ് എല്ലാം തന്നെ ഇവിടെ സബ്മിറ്റ് ചെയ്തതാണ്. PD ഓഫീസേഴ്സ് എങ്ങനെയാണ് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ 3 പേരോടും പെരുമാറിയതെന്നും എന്തൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ബോഡി ക്യാംസിൽ വ്യക്തമാണ്. കണ്ണാപ്പി സാർ, ഓണർ പറഞ്ഞോളൂ. ഓണർ അല്ലപ്പാ, എന്തായാലും ഓക്കെ. കണ്ണാപ്പി കണ്ണാപ്പിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ കണ്ണാപ്പി അസിസ്റ്റൻസിനെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ക്ലോസിംഗ് സ്റ്റേറ്റ് ഇറ്റ്സ് എ വാലിഡ് പോയിന്റ് ആക്ച്വലി. കണ്ണാപ്പിക്ക് സംസാരിക്കാൻ ഒരാളെ വെക്കെന്ന് പറഞ്ഞത്, ഞാൻ വിത്ത് ഓൾ പെർമിഷനാണ് ഞാൻ ഈ കോർട്ടിൽ വന്നിട്ടുള്ളത്. ഈ കോർട്ടിൽ വന്നത് അത് എനിക്ക് ഈ ഇദ്ദേഹത്തിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിത്ത് ഓൾ യുവർ പെർമിഷനാണ് ഞാൻ കണ്ണാപ്പിക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ കേസ് വാദിച്ച പോലീസുകാരന് മാത്രം വന്നിരുന്ന് പറഞ്ഞ് സംസാരിച്ചാൽ പോരായിരുന്നു ഇവിടെ? എന്തിനാണ് കണ്ണാപ്പി, യു വിൽ ഗെറ്റ് 2 minutes to express yourself. സാർ, എനിക്ക് ഇന്ന് പറയാനുള്ളത് ഭരചന്ദ്രൻ സാറിനെ കുറിച്ചാണ്. സംഭവം എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ ലോക്കപ്പിൽ കിടന്നിരുന്ന സമയത്ത് ഭരചന്ദ്രൻ സാർ എൻ്റെ അടുത്ത് വന്ന് കൺഫ്യൂഷൻ ഉണ്ടായി. നീ നാളെ ജഡ്ജി ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ മതി, നിനക്ക് മെന്റൽ ഇൽനെസ് ആണ്, മറ്റേ കാര്യങ്ങളാണ്. സാറിന്റെ ബോഡി ക്യാമിൽ തന്നെ കാണുമല്ലോ. സാറിന് ബോഡി ക്യാം ഉള്ളതാണല്ലോ. ബോഡി ക്യാംസ് ഒക്കെ ഇവിടെ സബ്മിറ്റഡ് ആണ് കണ്ണാപ്പി. ഇല്ല, ഇത് ഇന്നലെ ഇവിടുത്തെ വാദം കഴിഞ്ഞിട്ട് ഇവിടുത്തെ എന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയ ടൈമിലാണ് നടക്കുന്നത്. ഇവിടുത്തെ കോടതിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുന്നേ താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള മിസ്റ്റർ ജോക്കർ ആൻഡ് മിസ്റ്റർ ജോണി, ഇവരും അതേപോലെ തന്നെ ഭരത്തും ആയിട്ട് ജഡ്ജിന്റെ ചേംബറിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. താങ്കളുടെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയുകയുണ്ടായി. അതിനനുസരിച്ചായിരിക്കും അവർ പറഞ്ഞത്. ഓക്കെ, അല്ല, അതിൽ ഭരചന്ദ്രൻ സാറ് കോടതിക്ക് നല്ല രീതിയിലുള്ള വിലയിരുത്തലുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ നിലനിൽക്കില്ല. സോ റിജക്റ്റഡ്. Okay, anyway, we are come to an end of this section. Any closing statement, Mr. Prosecutor? Your Honor, as per the confession given by German Kannapi during the initial stages of the incident, PD ഓഫീസേഴ്സിനെ അൺകോൺഷ്യസ് ആക്കിയത് ചന്ദ്രബോസും നീഗനും ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ബി ഡൺ അബൌട്ട് ദ സിറ്റുവേഷൻ ആൻഡ് മുച്ചിരി ഇല്ലാതെ ഞാൻ എങ്ങനെ വിളിക്കാനാ അവനെ? ആവശ്യമില്ലാത്തപ്പോഴെല്ലാം വന്നിരിക്കും, അല്ലാത്തപ്പോഴൊക്കെ പോവും. Any closure statement, Mr. Basu? സാർ, എനിക്ക് പറയാനുള്ള ഇന്ന് ഇവർ സബ്മിറ്റ് ചെയ്ത പ്രൂഫും അതുപോലെ തന്നെ കണ്ണാപ്പി മെൻഷൻ ചെയ്തതായിട്ടുള്ള ആ ഒരു ടൈം സ്റ്റാമ്പിലുള്ള ഭരചന്ദ്രൻ സാറിൻ്റെ ബോഡി ക്യാമും കൂടി
ബഹുമാനപ്പെട്ട കോടതി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാനൊരിക്കലും സാർ ഈ ഒരു അവസരം ഇവിടുത്തെ PD ഡിപ്പാർട്ട്മെൻറ്റിനെയോ ബാക്കിയുള്ള ആൾക്കാരെയോ താഴ്ത്തി പറയാനോ ഒന്നും ഉള്ള ഒരു ഇതായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഈ ഒരു നമ്മുടെ സിറ്റിയിൽ നടക്കുന്ന വലിയൊരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അതായത് ഈ സിറ്റിയിൽ ഇപ്പം നമ്മളിവിടെ ഈ ഒരു കേസ് പോലും ആയിരിക്കുന്നത് ഒരു ഗൺ ഫയർ സിറ്റുവേഷൻ അല്ലെങ്കിൽ സിറ്റിസൺസിൻ്റെ സേഫ്റ്റി എന്നുള്ളൊരു ഫസ്റ്റ് പ്രയോറിറ്റിയിലാണ് ഈ ഒരു കേസ് ഇവിടെ ഇപ്പം നടക്കുന്നിരിക്കുന്നത്. നമ്മുടെ സിറ്റിയിൽ മുതുക്കിൽ വണ്ടി ഇടുന്നുണ്ടോ, മുതുക്കിൽ വണ്ടി ഇടുന്നില്ലേ എന്നുള്ള പിറ്റി കേസുകൾക്ക് തലവെക്കാനാണ് ഇവിടുത്തെ PDക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ. പക്ഷേ ഓൺ ദ സെയിം സൈഡ് ഈ സിറ്റിയിലുള്ള സിറ്റിസൺസിൻ്റെ കയ്യിലൊക്കെ എങ്ങനെയാണ് ഈ ഇല്ലീഗൽ വെപ്പൺസ് എത്തുന്നത്, ആര് വഴിയാണ് ഈ ഇല്ലീഗൽ വെപ്പൺസ് വരുന്നത് എന്നൊക്കെ അന്വേഷിക്കാനോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പുറത്ത് പറയാനോ ഈ സിറ്റിയിൽ ഹിഡനായിട്ട് നടക്കുന്ന കൺസൈൻമെൻറ്റ്സിനെ പറ്റി സംസാരിക്കാനോ ഒന്നും ഇവിടെ ഒരു പോലീസുകാരനെയും ഒരു കേസിനെയും ഒന്നിനും കണ്ടിട്ടില്ല. പക്ഷേ ജഡ്ജി നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിൽ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഇവിടെ സിറ്റിയിലിട്ട് അമ്മാനമാടി കളിക്കുന്ന ഈ പറയണ ഇല്ലീഗലായിട്ടുള്ള വെപ്പൺസ്, പലതരത്തിലുള്ള ഇല്ലീഗൽ വെപ്പൺസ് ഇവിടത്തേക്ക് എത്തുന്നതിൽ പോലീസിൻ്റെ സൈഡിൽ നിന്ന് പോലീസിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻവോൾവ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അവരുടെ സൈഡിൽ നിന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു കൺട്രോൾ നമ്മൾ ഈ സിറ്റിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ സിറ്റിസൺസും ബാക്കിയുള്ള ആൾക്കാർക്കും സേഫായിട്ട് നടക്കാനും പറ്റത്തുള്ളൂ. ഇതിൽ PDക്ക് നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇതുപോലത്തെ സില്ലി കേസ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വണ്ടി തട്ടി, മുതുക്കിൽ വണ്ടി ഇട്ടു, മുതുക്കിൽ വണ്ടി എടുത്തില്ലേ, മുതുക്കിൽ വണ്ടി പാർക്ക് ചെയ്തോ എന്ന് ചോദിച്ച് അടിയുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാധനം ഇത് ഒന്നും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എനിക്ക് ഈ സിറ്റിയിൽ സിറ്റിസൺസ് ആയിട്ടുള്ള പല ആൾക്കാരുടെ കയ്യിലും ഈ പറയണ ഇല്ലീഗൽ വെപ്പൺസ് ഉള്ളതായിട്ടുള്ള പ്രൂഫുകളും അതുപോലെ പല കാര്യങ്ങളും എനിക്ക് കോടതിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ബഹുമാനപ്പെട്ട കോടതിക്ക് അടുത്തൊരു സെക്ഷൻ എന്നാണോ വിളിക്കുന്നത് ആ സമയത്ത് ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു സിറ്റിസൺസിലേക്ക് ഈ ഇല്ലീഗലി എത്തുന്ന വെപ്പൺസിൻ്റെ ഒരു കൺട്രോൾ കൂടി PDക്ക് റെസ്പോൺസിബിലിറ്റി അവരുടെ സൈഡിൽ നിന്ന് അവരും കൂടി ഒന്ന് ഇതാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കൂടി കാര്യം ബഹുമാനപ്പെട്ട കോടതി കൺസിഡർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു കേസിൽ ഞാനത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓൾ സ്റ്റാർട്ട് ഫ്രം ആൻ ഇല്ലീഗൽ വെപ്പൺ, അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. സോ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ കോടതിയെ എടുത്ത് അപേക്ഷിക്കുന്നു. താങ്ക് യു. Okay, court is adjourned for 5 minutes before. കേസ് മാറി ഒന്നും ഇല്ല, കേസ് ഒന്ന് ചില്ലാവ്, നിങ്ങളൊന്ന് ചില്ലാവ്, അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. മിസ്റ്റർ എക്സിന്റെ കാര്യം പബ്ലിക്കലി പറയാൻ പറ്റുന്ന കാര്യമല്ല. കുറിച്ച് അഡ്രസ് ചെയ്യാൻ ഒരു PD ഓഫീസറിന് ഒരു 2 minutes കൊടുക്കണമെന്ന് ഒരു PD ഓഫീസർ ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മെയിൻ ഒരു കാര്യം പറയാം. ഇവൻ മുതുക്കിൽ വെച്ച് ഓൾറെഡി കൺഫസ് ചെയ്ത് കഴിഞ്ഞ് ഇവനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഇവരുടെ മുമ്പിൽ വെച്ച് കൺഫസ് ചെയ്തത് കഴിഞ്ഞ് എനിക്ക് ലൂപ്പ് ഹോൾസ് ഇല്ല ഇതിന്റെ അപ്പുറത്ത് എനിക്ക് ലൂപ്പ് ഹോൾസ് ഇല്ല. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് മാക്സിമം ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിന്റെ അപ്പുറത്തോട്ട് അവൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. നിങ്ങൾ ആ POV കണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ഓൾറെഡി അവിടെ സമ്മതിച്ചു കഴിഞ്ഞു. ഇതിന്റെ അപ്പുറത്തോട്ട് ഈ RP ഇത്രയും വരെ പോലും കൊണ്ടുപോകാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ കള്ളങ്ങൾ പറഞ്ഞാണ് RP മുമ്പിയെന്ന് ഒന്നും പറയില്ല. ഐ വിറ്റ്നസിനെ കാണിക്കാൻ മുച്ചുറി ഇവിടെ ഇല്ല ബ്രോ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ചായം കടിയൊക്കെ തരാണ്. എല്ലാത്തൊരു ഇറങ്ങാറുണ്ട്. എടാ മുച്ചിരി എന്തിയടാ ഇത്രയും നേരം ഇവിടെ? അവൾക്ക് നെക്ക് പെയിൻ ചൊല്ലി പോയിട്ടാണ്. സ്നാക്സ് ബ്രേക്ക് ആയി അണ്ണാ, എല്ലാരും സ്നാക്സ് ബ്രേക്ക്, സ്നാക്സ് തിന്നാ. സാർ എനിക്കൊന്ന് വക്കീലായിട്ട് സംസാരിക്കാൻ പറ്റുമോ? DI സാർ പെർമിഷൻ ഇല്ല.
വക്കീലിട്ട് സംസാരിക്കാൻ പെർമിഷൻ ഇല്ല? വക്കീല് പോയി പെർമിഷൻ ചോദിക്കണം അത് എന്നിട്ട്. ഓക്കെ, സാറൊന്ന് ചോദിക്കാൻ പറ്റുമോ? എന്താ സാറിനൊന്ന് ചോദിക്കാൻ പറ്റുമോ വക്കീലായിട്ട് പെർമിഷൻ സംസാരിക്കാൻ? അല്ല, ഇതിപ്പോ ഒരു ബ്രേക്ക് അല്ലേ, അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കല്ലോ. തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് ചോദിച്ചു. അതെ അതെ അതെ. എന്തോ കേട്ടില്ല. Court will step forward. എന്തോ ഒന്നും കേൾക്കുന്നില്ല സാർ പറയുന്നത്. ആ കേൾക്കാം പറഞ്ഞോ. Court is resuming. Defense counsel, prosecutor. Yes, Your Honor. അവരടിച്ചോന്ന് ചോദിച്ചപ്പോ ഞാൻ അടിച്ചെന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് കോടതിയിലേക്ക് എൻ്റർ ആവണേ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി അടിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചു എന്നാക്കി. കോടതിയിലോട്ട് ഇങ്ങനെ വന്നാൽ മതി. ഇവന്റെ എന്തോ കേട്ടില്ല. പീഡി അയച്ച കൊടുത്തത് പീഡി ട്രാപ്പ് ആക്കിയിട്ട് നമ്മളെ ഇതാക്കിയത് പറഞ്ഞാൽ മതി. അവിടെ ഒരു 4-5 ഗുണ്ടകളെ ഗുണ്ടകളെ ഇറക്കിട്ട് അവന്മാർ നമ്മളെ കക്ഷി കയ്യിൽ കെട്ടുവെച്ചത്. സൗണ്ട് ഭയങ്കര കുറവ്. ഒന്നാമത്തെ കാര്യം അത് പുറത്ത് കേൾക്കണ്ട കുറച്ചത്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. പറഞ്ഞോ. ഞാൻ പറഞ്ഞത് വെച്ചെങ്കിൽ ഗുണ്ടകൾ വന്നിട്ട് എന്റെ കക്ഷിന്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട് വെച്ചതാണ് പറഞ്ഞാൽ മനസ്സിലായിട്ട്. പീഡി അയച്ച ആളാണ് നമ്മളെ ഫാമിലിനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതൊക്കെ പറയാൻ പോയാ ഇനി ബോഡി ക്യാം വിഷ്വൽ നിങ്ങൾ ഇരുന്നോളൂ. ഈ കേസിന്റെ വെർഡിക്റ്റ് പറയുന്നതിന് മുമ്പ് സീരിയസ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ ഉള്ളൊരു ടൈം എക്സ്ലാൻഡിസ് കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. അതിലെ പോയിന്റ് നമ്പർ 1 മിസ്റ്റർ ഡിഫൻസ് at a case of where marshals are limited, പീഡിക്ക് ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് കോർട്ടിലോട്ട് വന്ന കോർട്ടിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്. സുഹൃത്തെ, നിങ്ങളുടെ വാദം ഇത് കഴിഞ്ഞ ഒന്നും കേൾക്കണല്ലോ. റാൻഡം ആയിട്ടുള്ള ചെക്കിങ്സ് സിറ്റി സൈഡിൽ ഉണ്ടാവണം. ഇത് എന്താണ്? Okay, sir. We already have a task. Sorry for interrupting. We already have a task force for that, and we are ready to submit the data. Okay, that's it. That's the instruction to the head of the XPD. Then about this case, the verdict is called for by my fellow member Sharafuddin Taramasi. Judge, please. Okay. Then case number 977/2026 അതിന്റെ ജഡ്ജ്മെന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഇവിടെ പ്രോസിക്യൂഷന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കണ്ണാപ്പിക്കെതിരെ വെച്ചിരുന്ന ചാർജസ് എന്ന് പറയുന്നത് 1 പൊസഷൻ ഓഫ് ഇല്ലീഗൽ വെപ്പൺ, 2 എൻഡേഞ്ചറിങ് പബ്ലിക് സേഫ്റ്റി. ഇതിലെ എൻഡേഞ്ചറിങ് പബ്ലിക് സേഫ്റ്റി തെളിയിക്കാനോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനോ പ്രോസിക്യൂഷൻ ഇവിടെ സാധിച്ചിട്ടില്ല. കാര്യം അതിനുവേണ്ടി ഒരു സോറി ഫോർ ഇന്ററപ്റ്റിംഗ് സാർ. ഇവിടെ പുറകിൽ എല്ലാവരും ഈ പീഡി അടക്കം എല്ലാവരും സംസാരിക്കുന്നതുകൊണ്ട് സാറിന്റെ ഇതൊന്നും നമുക്ക് ആർക്കും കേൾക്കുന്നില്ല, ഒന്നുമില്ല. ഓർഡർ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടതാണ്. ഓക്കെ, സൈലന്റ് അല്ലാത്തവരെ ഇൻക്ലൂഡിംഗ് പീഡി, സൈലന്റ് അല്ലാത്തവരെല്ലാവരെയും കോടതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. എനിക്കൊരു കാര്യം ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് റെഡിയാക്കിയാൽ എനിക്കത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തില്. ഓക്കെ, എന്തായാലും ഫൈനൽ വെർഡിക്റ്റിലോട്ടാണ് ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ദൈവ ശ്രദ്ധയ്ക്ക് പറയണം, എല്ലാവരും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം കേട്ടോ. നിങ്ങളോട് സംസാരിക്കരുത്,
പ്ലീസ് പ്ലീസ് സെറ്റിൽ ഡൗൺ. ഇവരിന്ന് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കും, സംസാരിക്കും. നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പ്ലീസ് മനസ്സിലാക്കുക. ഓക്കെ മിസ്റ്റർ, ഒരു കാര്യം ചെയ്തോളൂ. ഗാർഡ് ഇവിടെ ഉണ്ടോ? മാർഷൽസ് അവൈലബിൾ ഉണ്ട്, PD അവൈലബിൾ ഉണ്ട് സർ. ഹലോ പോലീസ്. Humble submission, let the marshals do the things because it's a Clear case out the against gallery. PD Clear and out the gallery. Yeah. ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ആരും സംസാരിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക്. Chinada, please calm down. I have a humble submission. This is a case against the PD and the citizen, so it will be better if the marshals control the situation. ദെൻ ഫൈനൽ വെർഡിക്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. സോ ഇവിടെ എൻഡേഞ്ചറിങ് പബ്ലിക് സേഫ്റ്റി ആ ഒരു കാര്യത്തിലേക്ക് പ്രോസിക്യൂഷന് മിതമായ തെളിവുകളോ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഇവിടെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കയ്യിൽ ഒരു ഇല്ലീഗൽ ഗൺസ് വെച്ചിട്ടുണ്ടെന്ന് കണ്ണാപ്പി തന്നെ, അതായത് അക്യൂസ്ഡ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പൊസഷൻ ഓഫ് ഇല്ലീഗൽ വെപ്പൺസ് കൃത്യമായിട്ട് കോടതിക്ക് മുമ്പാകെ തെളിഞ്ഞിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ പൊസഷൻ ഓഫ് ഇല്ലീഗൽ വെപ്പൺസിന്റെ 8 മാസം ജയിൽ വരെയും അതേപോലെ 20 ലക്ഷം രൂപ ഫൈൻ വരെയും വരുന്ന ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതില് കണ്ണാപ്പിയുടെ ഹെൽത്തിന്റെ സിറ്റുവേഷൻസ് കോടതി പരിഗണനയിൽ എടുത്തിട്ട് 4 മാസം ജയിൽ ടൈമും അതുപോലെ തന്നെ 20 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിക്കുന്നത്. മാത്രമല്ല കണ്ണാപ്പിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് കൺഫെഷൻ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ളതാണ്. അതില് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ചന്ദ്രബോസ് ആൻഡ് നീഗൻ ആണ് അവിടെ പോലീസ് ഓഫീസറിനെ വെടിവെക്കുകയും അവിടെ പോലീസ് ഓഫീസറിനെ ഒരു അൺകോൺഷ്യസ് ആക്കുകയും എന്ന് കണ്ണാപ്പിയുടെ കൺഫെഷനിൽ നിന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നീഗനെതിരെ അറസ്റ്റ് വാറന്റ് കോടതി ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് 977/2026 എസ്റ്റേറ്റ് വേഴ്സസ് കണ്ണാപ്പി സിറ്റുവേഷന്റെ കേസിന്റെ ജഡ്ജ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, The case is closed and the session is dismissed. Sir, I have a humble submission. Since Kanapi is not well, shall we first initiate the medical treatment? ഓക്കെ, മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം 4 മാസം ജയിലിലേക്ക് ആളെ പറഞ്ഞേക്കാം. Yeah, sure, sir. After the treatment, we will മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഓക്കെ. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം കൂടി ബോധിപ്പിക്കാനുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വക്കീലില്ലാത്ത അവസരത്തിൽ എന്നെ കണ്ണാപ്പിക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കാനും ഇതാക്കാനും അവസരം തന്ന ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിനും അതുപോലെ തന്നെ ഈ പറയണ ഇങ്ങനത്തെ ഒരു അവസരം, അതായത് ശരിക്കും ഒരുപാട് ആഗ്രഹിച്ച ഒരു അവസരമായിരുന്നു, അത് നിങ്ങൾ സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു യുവർ ഓണർ. Okay, case is closed and the court is adjourned. PD head, please take Kannapi into the custody and do the rest. Yeah, Chinada, കേസ് എന്റെ തോക്കുണ്ടേന്ന് മാത്രമുള്ള പ്രശ്നം. ഓൾറെഡി പീഡി പിടിച്ചെടുത്തതാണ്. കുഴപ്പമില്ല, ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. മതിയണ്ട, മതി. may I have a word with you? Yeah, sure, sir. Yeah, please come, sir. സാർ അപ്പൊ എങ്ങനെ വില നോക്കുമല്ലേ? അല്ല ഗൈസ്, കഴിയണ ഗണ്ണെടുത്തതിനാണ്. Actually, Thank you so you much. have a great future in as a lawyer. Okay. സാർ ഇപ്പോൾ ഇവിടെ വാദിച്ചത് എന്റെ ഓൺ റിസ്കിലായിരുന്നു, ഞാനവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സാറിനെ വാദിപ്പിക്കണമെങ്കിൽ എന്റെ റിസ്കിലേ വാദിപ്പിക്കാവൂ എന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ മാത്രമാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആക്ച്വലി. ഓക്കെ, സാർ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് എന്റെ തലേ വന്നേനെ. കൂടപ്പറപ്പിന് വേണ്ടി അവിടെ വരെ പോകാൻ പറ്റും സാർ, അവിടെ വരെ പോണ്ടേ. കേസ് മുഴുവൻ അറിയാൻ വായിച്ചില്ല അണ്ണാ ഉമ്മ. പോയിട്ട് വേണം. Yes, sir. സ്റ്റേറ്റ്മെന്റ് ഞാൻ എപ്പോഴാണ് എഴുതി തരേണ്ടത്? ഇപ്പൊ തന്നെ എഴുതി ഹരിതയിൽ എടുത്ത് കൊടുത്തേക്ക്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ മിസ്റ്റർ, മേ ഹാവ് എ വേർഡ് വിത്ത് യു മിസ്റ്റർ പരിന്തോഷം. എന്താ പരിന്തോഷന്റെ ജോലി? എനിക്ക് ഇവിടെ ഒരു കാഷ്നട്ട് ഫാക്ടറി ആണ് സർ. കാഷ്നട്ട്? യു മീൻ അണ്ടി ഫാക്ടറി? യെസ്. ഓക്കെ, അപ്പോ ഞാൻ എന്റെ ഒരു സജഷൻ പറയാണ് കേട്ടോ. അതെ, പറഞ്ഞോ സർ. ഈ പണി നിർത്തിയിട്ട് വല്ല വക്കീൽ പണിക്കും പോക്കോടെ?
പോണമെന്നുണ്ട് സാർ. ആ സമയത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു സാർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു 10-40 അനിയന്മാരുണ്ട് എനിക്ക്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഏത് റോളും ചെയ്യും. എന്റെ ഇഞ്ചറി ഇന്നലെ കാണിച്ചാണ്, അത് റെസ്റ്റ് എടുക്കാനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, അത്രേ ഉള്ളൂ സാർ. കേക്കാവോ? 10-40 അനിയന്മാരുണ്ടോ? 10-40 അനിയന്മാരുണ്ട് സാർ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പേഴ്സണൽ ആണ്. പറഞ്ഞോ. അല്ല, അച്ഛൻ നേരത്തെ മരിച്ചു എന്നല്ലേ പറഞ്ഞത്? കൂടെ ജനിക്കണമെന്നില്ലല്ലോ സാർ അനിയന്മാരാവാൻ വേണ്ടിട്ട്. യു മീൻ ബ്രദർ ഫ്രം അനദർ മദർ? യെസ്. എന്തായാലും കുഴപ്പമില്ല, നല്ല കാര്യം. വെരി നൈസ് ടു മീറ്റ് യു മിസ്റ്റർ പരന്തുവാസു. താങ്ക് യു സോ മച്ച് സാർ. മീൻസ് എ ലോട്ട്. ഈ ഒരു സൗജന്യം എന്നും ഉണ്ടാവില്ല. നാളെ നിങ്ങളെ ലീഗനെ പൊക്കാനാണല്ലോ ഓർഡർ. ഉറപ്പായിട്ടും സാർ അതിന് വേണ്ടിയിട്ട് ഒരു ക്വാളിഫൈഡ് വക്കീല് തന്നെ ഹാജരാവുന്നതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, ഞങ്ങൾക്ക് നല്ലത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. മീൻസ് എ ലോട്ട്. ഓക്കെ ഫൈൻ. എനിവേ നൈസ് ടു മീറ്റ് യു മിസ്റ്റർ പരന്തുവാസു. ഓക്കെ സാർ.